السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين ومن اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, നമ്മൾ ഈ ഒരു ദിവസം ഇങ്ങനെ സംഗമിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തിപ്പെട്ടത് ഒരുവിധ എല്ലാ സഹോദരങ്ങൾക്കും അറിയാമല്ലോ. ഞങ്ങൾ കുറച്ചുനാൾ മുമ്പ് നാദാപുരത്ത് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു. ആ മുഖാമുഖത്തിൽ സംഘടനാപരമായി മറുപക്ഷത്തുള്ള ചില സഹോദരങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുകയും സ്വാഭാവികമായും വിഷയം ഹദീസിന്റെ മേഖലകളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഈ ഉള്ളവൻ പറഞ്ഞു, ഹദീസിനുള്ള സമീപനത്തിൽ വല്ല തർക്കവുമുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാം എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് അടിസ്ഥാനത്തിൽ ബഹുമാന്യ സുഹൃത്ത് അബ്ദുൽ അസീസ് ആണ് തോന്നുന്നത് അത് ഏറ്റെടുക്കുകയും അത് നമ്മൾ ചർച്ച ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ എത്തിപ്പെട്ടുള്ള അവസ്ഥ ഹദീസ് നിഷേധം എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഹദീസ് നിഷേധം എന്ന് പറയുമ്പോൾ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ സഹിയായ ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്ക് തർക്കമില്ല. പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ രണ്ട് മുജാഹിദുകൾക്കും അതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ചേകനൂരികളെ പോലുള്ള ആൾക്കാർ ഹദീസ് ഹുജ്ജത്തല്ല, ഇസ്ലാമിലെ ഹുജ്ജത്തല്ല, അതൊരു പ്രമാണമേ അല്ല എന്നുള്ളതിനോടും ഒട്ടും യോജിക്കാത്ത വിഭാഗമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയുള്ള രണ്ട് വിഭാഗം. ഇനി ഇതിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്, ഇപ്പൊ ഉരുത്തിരിഞ്ഞു വന്നൊരു വിഭാഗം. ഹദീസും ഖുർആനും രണ്ടും ഒരേ മാതിരിക്ക് തന്നെയാണ് എന്നുള്ള ഒരു വിഘടിത സ്വഭാവം ഇപ്പൊ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിന്നി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് അത് കൂടുതലും കേൾക്കുന്നത്. സത്യം ഇതിന്റെയൊക്കെ ഇടയിലാണല്ലോ അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉസൂലി പണ്ഡിതന്മാരുടെ, ഹദീസിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ നിയമമനുസരിച്ച് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടാൽ ആ ഹദീസ് തള്ളാൻ പാടില്ല എന്നുള്ളതിൽ മുജാഹിദുകൾക്ക് എതിരഭിപ്രായമില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കോ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കോ ആ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇപ്പോ ഈ രണ്ടു വശത്തുള്ള ആൾക്കാർ തമ്മിലുള്ള തർക്കം? അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞങ്ങൾ പറയുന്നത് ഈ വിഷയത്തിൽ, ഹദീസിന്റെ വിഷയത്തിൽ ഇമാം ബുഖാരി ആവട്ടെ ഇമാം മുസ്ലിം ആവട്ടെ, അതല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും സഹീഹുകളിൽ വന്ന ചില ഹദീസുകൾ, അവരുടെയും സഹീഹുകളിൽ വന്ന ചില ഹദീസുകൾ പൂർവീകന്മാരായ ലോകത്ത് അറിയപ്പെടുന്ന ഹാഫിളുകളായ പണ്ഡിതന്മാർ വിയോജനവും വിമർശനവും നടത്തിയ ചില ഹദീസുകളുണ്ട്. ഇത് പറയുമ്പോഴാണ് എന്റെ മറുപക്ഷത്തിരിക്കുന്ന ബഹുമാന്യന്മാരായ ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ അനസ് മൗലവിയൊക്കെ ഞങ്ങളോട് വിയോജിക്കുകയാണ്. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ബുഖാരി മുസ്ലിമിൽ സനദുള്ള, ഞാൻ ബഹുമാനായ അനസ് മൗലവിന്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളത്, സനദുള്ള ബുഖാരി മുസ്ലിമിൽ വന്ന എല്ലാ ഹദീസും സത്യസന്ധമാണ്, സ്വഹിയാണ്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ചില ഹദീസിന്റെ വിഷയത്തിൽ വിയോജിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഞങ്ങളുടെയോ ഇന്ന് ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ കാഴ്ചപ്പാടല്ല. മറിച്ച് ഹാഫിളുകൾ എന്ന പേരിൽ അറിയപ്പെട്ട ലോകത്ത് കഴിഞ്ഞുപോയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും എന്ന് തന്നെ പറയാം, ഹദീസിന്റെ വിഷയത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ ബുഖാരി മുസ്ലിമിലെ ചില ഹദീസുകളിൽ വന്ന ആശയപരമായും അതുപോലെ തന്നെ സനദുപരമായും ഹദീസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ എടുത്തു പറയുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് പോലും കണ്ടോ മടവൂരികൾ, ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും വിമർശിക്കുകയും ഒരു വേള ബോധപൂർവം കളവ് പറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്. ഇവിടെ ഞങ്ങളുടെ മറുപക്ഷത്തിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നം ഞങ്ങൾ ഇടുന്നത്, ഒന്നുകിൽ ബുഖാരി മുസ്ലിമിലുള്ള എല്ലാ ഹദീസുകളും സനദുള്ളത് സത്യസന്ധമാണ്, അതിലുള്ള എല്ലാ ഹദീസുകളും ഞങ്ങൾ അംഗീകരിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുമെന്ന് ഇവിടെ വെച്ച് ഉറപ്പിച്ചു പറയുക. അതല്ലെങ്കിൽ ബുഖാരി മുസ്ലിമിലെ ചില ഹദീസുകളെ പൂർവിക പണ്ഡിതന്മാരും ആധുനിക ഹദീസു പണ്ഡിതനായ ഇമാം അൽബാനിയും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന പരമസത്യത്തിലേക്ക് യോജിച്ചു വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടു വിഭാഗക്കാരും തമ്മിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാകുന്നതല്ല. ഇനി മറുവിഭാഗത്താണെങ്കിലോ മറുരൂപത്തിലാണെങ്കിലോ
അതിട്ട് അവരോട് തെളിയിക്കാനും കഴിയില്ല. അപ്പോ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ ഈ പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞങ്ങൾ മാറ്റി നിർത്തുന്ന ഒരു ഹദീസ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലെ എല്ലാവരും മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും അത് ഖുർആനിൽ പെട്ടതാണ് എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും ഖുർആനിൽ പെട്ടതായിട്ട് തോന്നുന്നത്. എന്നാൽ മഹാനായ ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം ആ രണ്ട് സൂറത്തും ഖുർആനിൽ പെട്ടതല്ല എന്നുള്ള ഹദീസ് ഉണ്ട്. ഞാൻ ശരിക്കും ഇവിടെ ചോദിക്കുകയാണ്, ബഹുമാന്യനായ അനസ് മൗലവി പോലും അത് അംഗീകരിക്കൂല ഇമാം ബുഖാരിന്റെ ഈ ഹദീസ്. കാരണം അദ്ദേഹം നിസ്കാരത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഒക്കെ ഖുർആനിൽ ഒരു ആയത്ത് എന്നുള്ള നിലക്ക് ഓതുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ. ബുഖാരി കാണാം അവിടെ ഒമാ ഖലഖ എന്നുള്ളത് ഇല്ല, വദ്ദകറ വൽ ഉൻസാ എന്നുള്ളതേ ഉള്ളൂ, ഒമാ ഖലഖ ഇല്ല എന്ന് ബുഖാരിയുടെ സഹീഹിൽ സനദുള്ള ഹദീസിൽ കാണാം. ഇവിടെ ഞങ്ങളുടെ പ്രസക്തമായ ചോദ്യം മറുപക്ഷത്തിരിക്കുന്നോട്, നിങ്ങൾ ഒമാ ഖലഖ ഖുർആനിൽ പെട്ടതാണ് എന്ന് അംഗീകരിക്കുന്നവരാണോ അതോ മുസാഹിഫിൽ അത് വിട്ടുവോ? ഒന്നുകിൽ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ അത് ഖുർആനിൽ പെട്ടതാണ്, അങ്ങനെ പറയുമ്പം ബുഖാരിയിലെ ഹദീസുകൾ മാറ്റി നിർത്തും. അല്ല അത് ഖുർആനിൽ പെട്ടതല്ല എന്നാണെങ്കിലോ മുസാഹിഫ് എടുത്ത് ഇപ്പൊ വെട്ടേണ്ടി വരും. എവിടെ നിൽക്കുന്നു? ഇങ്ങനെ ഇത്തരം വിരലിൽ എണ്ണാവുന്ന ചില ഹദീസുകളെ പൂർവീക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ ഹദീസിനെ സംബന്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒമാ ദുക്ര അനിബിൻ മസ്ഊദ് അല്ലെങ്കിൽ ഒമാ റുവി അനിബിൻ മസ്ഊദ്. ഇബ്നു മസ്ഊദിൽ നിന്ന് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഈ സംഭവം കെദിബും വബാത്തിലുൻ, അത് പച്ചക്കള്ളാണെന്നാ. ആരായി പറയണത്? ലോകത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാര്. അപ്പൊ അവര് ബുഖാരിയെ നിഷേധിച്ചോ? ഇമാം ബുഖാരിയുടെ മഹത്വവും അതിന്റെ സഹീഹിനുള്ള മഹത്വവും മനസ്സിലാക്കാത്തവരായിരുന്നോ ഇവരൊക്കെ? അല്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കെ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഖുർആനെ ടച്ച് ചെയ്യുന്ന ഒരു വിഷയം വന്നപ്പോ അവർക്ക് ധൈര്യത്തിൽ തുറന്നു പറയാൻ ഒരു മടി ഉണ്ടായില്ല. അവര് പറഞ്ഞു, ഇബ്നു മസ്ഊദിൽ നിന്ന് ബുഖാരിന്റെ സഹീഹിൽ വന്ന ഈ ഹദീസ് കെദിബുൻ വബാത്തിലുൻ, അത് മഹാകള്ളത്തരവും നിരർത്ഥകവുമാണ്. അവര് മാറ്റിച്ചു. ഞങ്ങളും അതെന്നെ ചെയ്യുന്നുള്ളൂ, അത് തന്നെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. അതുപോലെ ഏതാനും ഹദീസ് ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ പറയിപ്പിക്കുകയാണ്. അല്ല, ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്ക് നടക്കുകയല്ല. മഠഭൂരികൾ ഹദീസു നിഷേധികൾ എന്ന കള്ളത്തരം പറഞ്ഞ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് പൂർവികന്മാരുടെ പിൻബലം ഇതിന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ലോകത്തുള്ള ഒരുപാട് മുഹദ്ദിസുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്കും യോജിക്കാൻ പറ്റാത്തൊരു ഹദീസാണല്ലോ. നമ്മളൊക്കെ എന്താ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് നമ്മളെന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടി വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു തആല നബിയെ ആദ്യം ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ചരിത്രപരമായിട്ട് മെഹ്റാജും ഇസ്രാവും സംഭവിച്ച നുബുവത്ത് കഴിഞ്ഞ് ഹിജ്റയുടെ എത്ര വർഷം മുമ്പാന്ന് ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടോ മെഹ്റാജ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശത്തേക്ക് കൊണ്ടുപോയി. ഓരോ ആകാശത്ത് വെച്ചും ഓരോ പ്രവാചകന്മാരെ കണ്ടു. അതിനുശേഷം സിദ്റത്തുൽ മുൻതഹയിലേക്ക് റസൂലുള്ളാഹി പോയി. അതിനുശേഷം മലിക്കുൽ ജബ്ബാറായ അള്ളാഹുമായി സംസാരിച്ചു. അള്ളാഹു തആല നിസ്കാരം ഫർളാക്കി കൊടുത്തു. 50 വക്ത് മൂസാ നബി അലൈഹിസ്സലാം ഉമ്മത്തികൾക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തു. പോയി വന്നു അവസാനം 5 റക്അത്തിൽ ഒതുങ്ങി. ഈ പറഞ്ഞ മുഴുവൻ സംഭവം നടക്കുന്നത് അള്ളാന്റെ റസൂല് നബി ആകുന്നതിന്റെ മുമ്പായിരുന്നു എന്നാണ് ബുഖാരിയിലെ സഹീഹിലുള്ളത്. സനദുള്ള ഹദീസ് തഅലീഖല്ല, ഖാലല്ല, ഖീലല്ല. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, നിങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു അള്ളാഹുന്റെ റസൂലായതിന്റെ ശേഷമല്ലേ മെഹ്റാജിലേക്ക് പോയത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബുഖാരിയുടെ ഈ ഹദീസിനുള്ള സമീപനം എന്ത്? ഇമാം ഖത്താബി പറഞ്ഞു ഇത് ശരിയല്ല ഈ ഹദീസ്. ഇമാം ഇബ്നു ഖയ്യിമുൽ ജൗസി, ഇബ്നു തൈമിയ്യന്റെ പ്രഗൽഭനായ ശിഷ്യൻ പറഞ്ഞു ശരിയല്ല. കാരണം അറിയപ്പെട്ട കാര്യമാണ്, മഹാനായ റസൂലുള്ളാഹ് മെഹ്റാജിലേക്ക് പോയത് നബിയായി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നത്? അല്ലാ അക്ബറിന്റെ ഭാഷയിൽ ഒരു കേവലം അറബി പയ്യനായി നടന്ന കാലത്താണ് റസൂലുള്ളാഹ് പോയത്? അങ്ങനെയാണോ? ഒന്നുകിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 2 ചോയ്സ് ആണുള്ളത്. ഒന്നുകിൽ ഇമാം ബുഖാരിയുടെ ഹദീസ് ആ ഖബിൽ അൻ യൂഹാ ഇലൈഹി, റസൂലുള്ളാഹിക്ക് വഹയി കിട്ടുന്നതിന് മുമ്പ് അഥവാ ബഅസിന്റെ മുമ്പായിരുന്നു എന്നുള്ള ആ ഭാഗം അത് ഒഴിവാക്കേണ്ടി വരും. അത് പിൻപിട്ട് ആ ഹദീസ് മുഴുവൻ സത്യസന്ധമാണ് എന്നാണോ പറയുന്നതെങ്കിൽ
എന്നാണോ പറയുന്നെങ്കിൽ സമൂഹത്തിന്റെ മുമ്പ് നിങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മേറാജിലേക്ക് പോയത് നബി ആകുന്നതിന്റെ മുമ്പായിരുന്നു. കേവലം ഒരു മുഹമ്മദ് എന്നൊരു ചെറുപ്പക്കാരനായി നടന്ന കാലത്തായിരുന്നു. ഇത് രണ്ടാലൊന്ന് തീരുമാനിക്കണം. അപ്പൊ സഹോദരങ്ങൾക്ക് തിരിഞ്ഞിരിക്കുമല്ലോ, ഞങ്ങൾ പൂർവീകന്മാരായ മുഹദ്ദിസുകൾ മാറ്റി നിർത്തിയ ഇത്തരം ഹദീസുകളെ മാറ്റി നിർത്തുമ്പോൾ സനദുള്ള എല്ലാ ഹദീസും ഞങ്ങൾ അംഗീകരിക്കും, അതിൽ ഒരു പോരായില്ല എന്ന് അംഗീകരിക്കാത്ത ഹദീസിനെ പറ്റി ഇത് സത്യം പറഞ്ഞ കാപ്പറ്റിയല്ലേ? കാരണം ഇവരാരും അംഗീകരിക്കുന്നില്ല, ഈ ഭാഗത്തുള്ള ഒരൊറ്റ വ്യക്തിയും അംഗീകരിക്കുന്നില്ല ഈ ഹദീസ്. എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുത് കഴിയുന്നതിന് മുമ്പ് ഞങ്ങളെ വിശ്വാസം മുഹമ്മദ് റസൂലുള്ള നബി ആവുന്നതിന് മുമ്പ് മേറാജിക്ക് പോയത് എന്നൊന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഹദീസ് നിങ്ങളും അംഗീകരിക്കുന്നില്ല. പിന്നെന്താ സഹോദരന്മാരെ ഞങ്ങളെ പരിധിക്ക് വെറുതെ കുറ്റിട്ടുകാണ്ട് മടവൂരികളെ ഹദീസ് നിഷേധികളാ എന്ന് കാപ്പട്യത്തിന്റെ രൂപത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്നത്? ഇത് നീതിയല്ലല്ലോ. അപ്പോ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരുമിച്ച് കൂടൽ. അതിന് ഞങ്ങൾക്ക് പൂർവികന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ എന്നെ പോലെയോ ഇവിടെ കൂടിയ നമ്മളെ പോലെയോ ആയിരുന്നില്ല. അവരൊക്കെ ഹദീസിന്റെ വിഷയത്തിൽ മഹാ അഗ്രഗണ്യന്മാരായിരുന്നു. അവർ ഇമാം ബുഖാരിയുടെ മഹത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. നമ്മൾ പോലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹിയായ ഗ്രന്ഥം പരിശുദ്ധ ബഹുമാന്യനായ ഇമാം ബുഖാരിയുടെ സഹീഹ് എന്ന്. പക്ഷേ എന്നാൽ പോലും അതിന്റെ മഹത്വം കളയാൻ ശ്രമിച്ചത് ഞങ്ങളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരല്ല. ഇപ്പൊ ഡോക്ടർ അഷ്റഫ് മൗലവി പറഞ്ഞു, ബുഖാരിയുടെ കയ്യെഴുത്ത് പ്രതി ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന് ഫത്ഹുൽ ബാരി എഴുതാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അതിന്റെ ഒറിജിനൽ പതിപ്പ് അത് ലാസ്റ്റ് നഷ്ടപ്പെട്ടു പോയി, ഒരു ജൂതനായ ഒരു സിയോണിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും വല്ല മെച്ചം കിട്ടുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചിന്തിച്ചു പോയേക്കാം, ബുഖാരിന്റെ കയ്യെഴുത്ത് പ്രതി, അതും ഇബ്നു ഹജർ അദ്ദേഹത്തിന് വ്യാഖ്യാനം എഴുതാൻ ഉപയോഗിച്ച പ്രതി ജൂതന്മാരെ കയ്യിലാണെങ്കിൽ കടത്തിക്കൂട്ടിക്കൂടെ എന്ന് സംശയിക്കാൻ ഇടവരുന്ന രൂപത്തിൽ അതും ജമാഅത്ത് ഇസ്ലാമിക്കാരെ പ്രസിദ്ധീകരണത്തിൽ കൊണ്ട് എഴുതി. ഞങ്ങൾ അന്ന് സങ്കടപ്പെട്ടു. ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞു, അഷ്റഫ് മൗലവി നിങ്ങളെ കൂട്ടത്തിലായി മറ്റോ കൂട്ടത്തിൽ അപ്പൊ അദ്ദേഹം നിൽക്കണേ എനിക്കറിയില്ല, മനസ്സിലാക്കിയിടത്തോളം ജിന്നിലാണ് എന്ന് തോന്നുന്നു. ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളല്ല ബുഖാരി മുസ്ലിമിനുള്ള മതിപ്പ് കുറക്കുന്നത്. ഇങ്ങനെ ഇത്തരം ആൾക്കാരാണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഗ്രന്ഥത്തോടുള്ള മതിപ്പ് സമൂഹത്തിന്റെ മുമ്പിൽ താറാക്കുന്നത്. ഞങ്ങൾ പൂർവീകന്മാരായ മഹത്തുക്കൾ എങ്ങനെ കണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ പരാമർശിക്കാൻ പോകുന്നത്. ബുഖാരി, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അത് ഖുർആന്റെ അതേ മാതിരിക്ക് വിമർശനത്തിനപ്പുറമുള്ളതല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ഏറ്റവും ചുരുങ്ങിയ 10-20 ലോകത്ത് തലയെടുപ്പുള്ള മുഹദ്ദിസുകൾ അതിലെ ചില ഹദീസുകളെ വിമർശിക്കുകയോ നിരൂപണം നടത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ പിടിച്ചാണ് ഹദീസ് നിഷേധി പറയാൻ പറ്റുമോ? നമ്മൾ മാത്രം തിരിഞ്ഞവരും ഹാഫിളുകളായ ഇബ്നു ഹജറിനെ പോലെയുള്ള ആൾക്കാര്, ഇമാം ഇബ്നു അബ്ദുൽ ബറിനെ പോലെയുള്ള ആൾക്കാര്, ഇമാം കറമാനി, ഇമാം ഇസ്മായിലിയെ പോലെയുള്ള മഹത്തുക്കൾ അവർക്കൊന്നും തിരിഞ്ഞില്ല. അവരൊക്കെ ഹദീസ് നിഷേധികള്. നമ്മക്കേ തിരിഞ്ഞതുള്ളൂ എന്നുള്ള ഈ നിസ്സാരവൽക്കരണം മഹാന്മാരെ പൂർവികന്മാരെ സംബന്ധിച്ച് ഇത് ദീനിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതൊരു മോശമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഞങ്ങൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ആകത്തുക ആറ്റിക്കുറുക്കി പറയട്ടെ, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സഹീഹുകളിൽ ചില ഹദീസുകൾ അത് മുസ്ലിം ഉമ്മത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പൂർവികന്മാരായ സലഫുകളായ പണ്ഡിതന്മാർ ആധുനിക ഹദീസു പണ്ഡിതനായ ഇമാം അൽബാനിയും വിമർശനം നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചർച്ചയോടുകൂടി അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഫലമായി വരുന്ന സംവാദത്തിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റാനും അള്ളാഹു ഈ ഒരുമിച്ച് കൂട്ടൽ അതിനുള്ളൊരു സാധ്യതയുമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നിലനിർത്തുവാനും അത് പരിപാലിക്കുവാനും അതിന്റെ സന്ദേശം എത്തിക്കുവാനും ഉള്ള ഈ ശ്രമത്തെ അവന്റെ അടുക്കൽ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യനായ പണ്ഡിതൻ അബൂബക്കർ നസാഫ് മൗലവി സംഗതി വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇവിടെ നിരപരാധിത്വം തെളിയുകയല്ല ചെയ്തത്, നേരെ മറിച്ച് മുജാഹിദുകൾ പറഞ്ഞിരുന്ന കാര്യം, വ്യക്തമാക്കിയ സംഗതി, അഥവാ മറുഭാഗത്തുള്ളവർ ഹദീസിനെ നിഷേധിക്കുന്നവരാണ് എന്ന സംഗതി വ്യക്തമാവുകയും അത് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബുഖാരിയിലെ ഹദീസുകൾ, മുസ്ലിമിലെ ഹദീസുകൾ, ആ ഹദീസിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ഇസ്ലാമിക ലോകത്തിന്റെ കാഴ്ചപ്പാട് സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ. ഇന്നും ഇന്നലെയുമല്ല, വളരെ മുമ്പ് തന്നെ മുജാഹിദുകളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ ഹദീസുകളിൽ, ഈ ഗ്രന്ഥങ്ങളിൽ മുസന്നദായി വന്നിട്ടുള്ള ഹദീസുകൾ സ്വീകാര്യമാണ് എന്ന നിലപാടിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. പുതിയതുമല്ല. ലോകത്തെ ഇസ്ലാമിക സമൂഹത്തെ എതിർക്കുവാൻ വേണ്ടി കടന്നുവന്ന ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി തന്നെ ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലും ബുഖാരിയെയും മുസ്ലിമിനെയും എതിർത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചു വന്നത്. ആ രൂപത്തിലുള്ള വിശദീകരണം തന്നെയാണ് മറുഭാഗത്ത് നസാഫ് മൗലവിയുടെ ആമുഖത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കേൾക്കുന്നതല്ല. ഇതിനൊക്കെ വിശദമായ മറുപടി പലതവണ പറഞ്ഞിട്ടുള്ളതും ഇനിയും പറയാവുന്നതുമാണ്. മുഅബ്ബദ് തൈനിയുടെ കാര്യത്തിലാണെങ്കിലും, ഇനി അതല്ല, വമാ ഖലഖദ് ദക്കറ വൽ ഉൻസ എന്ന ആയത്തിനെ സംബന്ധിച്ച് ബുഖാരിയിൽ വന്ന പരാമർശമാണെങ്കിലും, മെഹറാജുമായി ബന്ധപ്പെട്ട സംഗതികളാണെങ്കിലും, ഒരു പുതുമ ഇസ്ലാമിക സമൂഹത്തെയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെയും വിമർശിക്കാൻ വന്ന ഓറിയന്റലിസ്റ്റുകൾ മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരളക്കരയിൽ സജീവമായി ഇടക്കാലഘട്ടത്തിൽ കടന്നു വന്ന ചേകനൂരിസമടക്കം ഒടുക്കമായി മറുഭാഗത്തുള്ള സഹോദരങ്ങൾ എത്തിപ്പെട്ട ആ അവസ്ഥ വരെയുള്ള ചരിത്രത്തിൽ വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം തന്നെയാണ് ഈ രൂപത്തിലുള്ള വിമർശനങ്ങളെ ബുഖാരിയുടെ നേരെയും മുസ്ലിമിന്റെ നേരെയും ഉന്നയിക്കുക എന്നുള്ളത്. ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം ഒരു വളവില്ലാതെ വ്യക്തമായി തന്നെ ബഹുമാന്യനായ നസാഫ് മൗലയുടെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായ സ്ഥിതിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ പ്രമാണങ്ങൾ വിശദീകരിക്കുമ്പോൾ ഖുർആനും ഹദീസും എന്ന് പറയുമ്പോൾ ആ ഹദീസിനെ സ്വീകരിക്കുന്നതിന്റെ ഉസൂൽ, ബഹുമാന്യനായ നസാഫ് മൗലവി തുടക്കത്തിൽ ഖുർആൻ ഹദീസ് അതിന്റെ ഉസൂലിലുള്ള അല്ലെങ്കിൽ ഉസൂലിയായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള സംഗതികൾ, ആ സംഗതികളെ നമ്മൾ അംഗീകരിക്കുന്നു, അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നിട്ട് ഇസ്ലാമിക ലോകത്തെ ഉസൂലിന്റെ പണ്ഡിതന്മാർ, ഹദീസ് വിശാരദന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ നിയമമനുസരിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസാണ്, സ്വഹീഹിലുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹാണ് ഹദീസുകളിൽ ഏറ്റവും പരിഗണനീയമായ ഹദീസ് എന്നത് ഉസൂലിന്റെ നിയമം തന്നെയാണ്, ഉസൂലി പണ്ഡിതന്മാർ പറഞ്ഞ നിയമം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രബലമായത് ഖുർആൻ കഴിഞ്ഞാൽ പ്രമാണമായി സ്വീകരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും പ്രമാണമായത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇത്തഫഖ അലൈഹി സ്വഹീഹൈൻ. ഇമാം ബുഖാരിയും ഇമാം
ഇത്തിഫാഖായ ഹദീസുകളാണ് ഏറ്റവും പ്രബലമായ ഹദീസ് എന്നതാണ് ഉസൂല്. ആ ഉസൂൽ വെച്ചുകൊണ്ട് തന്നെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ അത് സ്വീകരിക്കാമെന്ന് വിശ്വസിക്കുന്നത്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ അവലംബിക്കുന്നത് ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ വൈകല്യത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ ദീനിന്റേതായ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനോ തടസ്സമല്ല എന്നതാണ് മുജാഹിദുകളുടെ വാദം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഉസൂലി പണ്ഡിതന്മാര് പറഞ്ഞ അല്ലെങ്കിൽ ഹദീസ് വിശാരദന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ഉസൂലിന്റെ നിയമമനുസരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളിൽ തന്നെ അവർ ഇത്തിഫാഖായിട്ടുള്ളതാണ് എന്നതാണ് ഉസൂലിന്റെ നിയമം. എല്ലാ ഗ്രന്ഥങ്ങളിലും അത് വിശദീകരിക്കുന്നത് കാണാം. ആ രൂപത്തിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ, ആ ഹദീസുകൾ പോലും അസ്വീകാര്യമാണ് എന്നാണ് മറുഭാഗം പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് ആക്ഷേപം, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ജമാഅത്തുകാരുടെ പത്രത്തിൽ എഴുതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി സംസാരിക്കുമ്പോൾ അബ്ദുസ്സലാം സുല്ലമി പ്രബോധനം ഹദീസ് പതിപ്പിലാണ് ബുഖാരി മുസ്ലിമിനെ വിമർശിക്കുന്ന ഹദീസുകൾ കൊണ്ടുവന്നിട്ട് എഴുതി വെച്ചത്. സമസ്തക്കാരടക്കം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കം ഹദീസ് നിഷേധികൾക്ക് വേണ്ടി പേജുകൾ മാറ്റിവെച്ചപ്പോ ഈ മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്ന ബുഖാരിയും മുസ്ലിമിലുമുള്ള ഹദീസുകളെ പോലും വിമർശന വിധേയമാണ് എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അബ്ദുസ്സലാം സുല്ലമി പ്രബോധനത്തിൽ എഴുതിയത്. അപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലരും പലതും എഴുതുന്നുണ്ട്. ആ രൂപത്തിലുള്ള സംസാരം ഒരിക്കലും നമുക്ക് വിജ്ഞാനപരമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ബാധ്യത, നമ്മുടെ ഒരു ബാധ്യത, ആ ബാധ്യത പ്രകാരം ഇപ്പൊ നിങ്ങൾ ഉന്നയിച്ച ഒരു 3 ഹദീസുകൾ, ഇത് മാത്രമല്ല ഒരു 10-13 കേട്ടു. അതുപോലെ തന്നെ പലരും പലയിടത്തും ഓറിയന്റലിസ്റ്റുകൾ ഒരുപാട് ഹദീസുകൾ ഓറിയന്റലിസ്റ്റുകൾ യഹൂദ ലോബികൾ വിമർശന വിധേയമായി ഉദ്ധരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ ഈ ഹദീസുകളെ മുന്നിൽ വെച്ചിട്ട് പ്രമാണബദ്ധമായി നമുക്ക് സ്വീകരിക്കണം എന്ന നിലയിൽ തന്നെ ആത്മാർത്ഥമായി മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ അത് സ്വീകരിക്കാം. അതിലൊരിക്കലും ഖുർആനിനെതിരില്ല, ഹദീസിനെതിരില്ല. അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. അപ്പൊ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് സിഹിറിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് പല്ലിയെ സംബന്ധിച്ച് ബഹുമാനായ അലിമദനി മുറഹിവരൊക്കെ വളരെയധികം വിശദമായി കൈകാര്യം ചെയ്ത ആ ഹദീസിനെ സംബന്ധിച്ച ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസ്. നിങ്ങൾക്ക് ചിരി വരും അത് കേൾക്കുമ്പോൾ. കാര്യം അതാണ്, അതിനൊരു പരിഹാസം തോന്നുക. ഒരു നബി പറഞ്ഞൊരു കാര്യത്തോടൊരു പരിഹാസം തോന്നുക, അല്ലെങ്കിൽ ഒരു ഹദീസിൽ കാണുമ്പോൾ അതൊരു പരിഹാസമായി തോന്നുക. അതാണ് ഇത് ഈ രോഗത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അതുകൊണ്ട് തന്നെ അപ്പൊ ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇത് ഉസൂല് അതിനെ തന്നെ നിങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഉസൂല് പറയാൻ അവകാശമില്ല. ഉസൂലി പണ്ഡിതന്മാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല സത്യത്തിൽ. കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഇജ്മാഅായി അംഗീകരിച്ചു വന്ന ഉസൂലിനെ തന്നെയും പൊളിച്ചുകൊണ്ടാണ് നിങ്ങളൊരു പുതിയ നിയമം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് ഇപ്പോ തർക്കത്തിൽ നമ്മൾ നാൽക്കവലകളിൽ വളരെ പരസ്യമായി പലതും പ്രസംഗിച്ച് അങ്ങനെ പോകുന്നതിനപ്പുറത്ത് മുത്തഫഖുൻ അലൈഹിയായ പല ഹദീസുകളെയുമാണ് ഇവിടെ നിങ്ങളെപ്പോലുള്ള ആളുകൾ വിമർശിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാദം വളരെ വ്യക്തമാണ്. നസാഫ് മൗലവിയുടെ ആമുഖ അവതരണം വളരെ നന്നായിട്ടുണ്ട്. കാരണം അതുവഴി നമുക്ക് ഇനിയൊരു അഭിപ്രായ വ്യത്യാസമില്ല, നമ്മുടെ വാദത്തിലേക്ക് കിടക്കാം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകള് അത് സ്വഹീഹാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിനോ അല്ലെങ്കിൽ ആചാരത്തിനോ യാതൊരുവിധ തകരാറുമില്ല. എന്നാൽ ഇത്തരം ഹദീസുകൾ തന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തി അതിനെ തള്ളിക്കളയുന്നത് ഹദീസ് നിഷേധമാണ് എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വാദം. അതാണ് നമ്മുടെ വാദപ്രതിവാദത്തിലേക്ക് ഉള്ള വിഷയമായി നമുക്ക് തെരഞ്ഞെടുക്കാവുന്നത്. സ്വാഭാവികമായും ഈ സംവാദം കഴിയുമ്പോൾ ഏതാണ്ട് ആ വിഷയങ്ങൾ ഇപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ, ഇപ്പൊ 3 നസാഫ് മൗലവി പറഞ്ഞു, 3 മാത്രമല്ലല്ലോ, ഇനിയുണ്ടല്ലോ. അപ്പൊ ആ മുഴുവൻ വിഷയങ്ങളും വെച്ച് അൽഹംദുലില്ലാഹ് നല്ല ഒരു സംവാദം, വൈജ്ഞാനികമായ ഒരു സംവാദം നമുക്ക് നടത്താം. അത് കഴിയുന്നതോടുകൂടി കല്ലും നെല്ലും വേർതിരിയും ഇൻഷാ അള്ളാഹു തൗഫീഖ് തന്നാൽ. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ തമ്മിലുള്ള അന്തരം എന്താണ് എന്നതും പ്രമാണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതും ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരണം എന്നാണ് ബഹുമാന്യനായ നസാഫ് മൗലവിയുടെ വിഷയം അത് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ വാചകങ്ങളോട് യോജിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സഹപ്രവർത്തകരെ, മറുപക്ഷത്തെ പ്രമുഖരായ പണ്ഡിതന്മാർ, അനസ് മുസ്ലിയാർ അദ്ദേഹം സാധാരണ പൊതുവേദികളിൽ സ്വീകരിക്കാറുള്ള സമീപനം തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഒരു വിഷയം ഇവിടെ നിന്ന് ഉന്നയിച്ചാൽ അതിൻ്റെ മർമ്മത്തിൽ നിന്ന് എങ്ങനെ കുതറിച്ചാടാമെന്നതിൽ കൃത്യമായ ബിരുദം നേടിയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചർച്ചയുടെ പശ്ചാത്തലമാണ് നസാഫ് മൗലവി നേരത്തെ വിശദീകരിച്ചത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തി. അത് നമ്മൾ ആദ്യമായി ഉന്നയിച്ച സംഗതി, ബുഖാരിയിലെയും മുസ്ലിമിലെയും എല്ലാ ഹദീസുകളും, മുസ്നദായ സനദുള്ള എല്ലാ ഹദീസുകളും 100% സ്വീകാര്യമാണോ അല്ലയോ എന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം ഏതാണ്ട് അവസാനിക്കും. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബുഖാരിയിലെയും മുസ്ലിമിലെയും സനദുള്ള എല്ലാ ഹദീസുകളും സ്വീകാര്യമാണോ, അതെല്ലാം മാറ്റിവെക്കേണ്ടതുണ്ടോ? കൂടെ നമ്മൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി ഏതെങ്കിലും ഹദീസുകൾ മാറ്റിവെക്കുകയല്ല. പൂർവികരും ആധുനികരുമായിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ തന്നെ ബുഖാരിയിലെയും മുസ്ലിമിലെയും സനദുള്ള ചില ഹദീസുകളെ തന്നെ നിരൂപണം നടത്തുകയും വിമർശന വിധേയമാക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമായി ചില ഹദീസുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഈ വിഷയങ്ങൾക്കൊക്കെ ഞങ്ങൾ പണ്ടേ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാവുന്നതാണ് എന്നാണ്. പണ്ടേ പറഞ്ഞ മറുപടി ഞങ്ങൾ കേട്ടിട്ടില്ല, ഇപ്പോൾ പറയാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കേൾക്കാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് മുഅവ്വദത്തൈന് ഖുർആനിൽ പെട്ടതല്ല എന്ന് പറയുന്ന ആ ഹദീസ് നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകൾക്ക് സ്വീകാര്യമാണോ അല്ലേ എന്ന് പറയണം, അല്ലെങ്കിൽ വിശദീകരണം നൽകണം. അതുപോലെ തന്നെ വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് വമാ ഖലഖ എന്ന പദം അത് ഖുർആനിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഭാഗം ശരിയാണോ അല്ലേ എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഇസ്രാ മിറാജിന്റെ സംഭവം. അത് പ്രവാചക തിരുമേനിക്ക് വഹയി ലഭിക്കുന്ന മുമ്പാണ് എന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കണം. ഇങ്ങനെ പല 3 അല്ല 13 ഹദീസുകൾ കേട്ടിട്ടുണ്ട്. ഇത് ഓറിയന്റലിസ്റ്റുകളുടെ വാദമാണ്, അത് നേരത്തെ തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ കൊണ്ടുവന്ന സംഗതിയാണ്, അത് ഇവിടെയും ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞാൽ ഈ വിഷയം പൂർത്തിയാവില്ല. ഈ പറയപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്കറിയണം. എന്നാൽ ഈ ചർച്ച വളരെ പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയത് മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന ഹദീസുകൾ സ്വീകരിക്കാം, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമുക്ക് സംസാരിക്കാം. ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ വന്നിരിക്കുന്ന, ഇരുപേരും ഒരുപോലെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളാണ് ഈ മുത്തഫഖുൻ അലൈഹി. രണ്ടുപേരും ഒരുപോലെ ഉദ്ധരിക്കാത്ത ഹദീസുകൾ രണ്ടിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, ബുഖാരിയിലും മുസ്ലിമിലും വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും, സനദുള്ള എല്ലാ ഹദീസുകളും മുത്തഫഖുൻ അലൈഹി ആവട്ടെ അല്ലാതിരിക്കട്ടെ, ബുഖാരിയിലും മുസ്ലിമും വന്നിരിക്കുന്ന സനദുള്ള എല്ലാ ഹദീസുകളും സ്വീകാര്യമാണോ അല്ലയോ, അതിനുള്ള ഉത്തരമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ 2-3 വിഷയങ്ങൾ, അതിന് നിങ്ങൾക്ക് പ്രതികരിക്കാം. അതിനുശേഷം വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് സിഹിർ, പല്ലി, ഇനി വേറെ വല്ല സാധനം ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇറക്കാം. എല്ലാ ചർച്ചക്കും റെഡിയായി തയ്യാറായി ഒരുങ്ങിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേണ്ടി വന്നാൽ ഒരു സംവാദം തന്നെ ആയി കളയാമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അല്ല, സംവാദത്തിന് മറ്റൊരു ഡേറ്റ് നിശ്ചയിക്കാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഈ ചർച്ചകൾ അതിലേക്ക് മാറ്റിവെക്കേണ്ടി വരും. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, നിങ്ങൾ മൈക്കെടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആദ്യമേ ഉന്നയിച്ചിരിക്കുന്ന ഈ 2-3 പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശരിയായ, കൃത്യമായ, ഒഴിഞ്ഞുമാറാത്ത പ്രതികരണം ഉണ്ടാവണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ബഹുമാന്യരായ പണ്ഡിതന്മാര്, സഹോദരങ്ങള്, സാധാരണ സുന്നികളുമായുള്ള സംവാദവേദികളിലൊക്കെ അവര് പറയാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ സംവാദത്തിന് ഒരുങ്ങിയാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അപ്പൊ ആ ഒരു പരാമർശം ഏതായാലും ലത്തീഫ് ഞങ്ങളോട് പ്രത്യേകമായിട്ട് നടത്തേണ്ടതില്ല. കാരണം നമ്മളെല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. ആവശ്യമാണെങ്കിൽ ഒരു സംവാദം നടത്താൻ കഴിയുന്ന ആളുകളുമാണ്. മാത്രമല്ല, ലത്തീഫൊക്കെ അക്കാര്യത്തിൽ കുറച്ചുകൂടി മുമ്പിലാണ്. ഒക്ടോബർ 5 ഇറങ്ങുന്ന ശബാബ് സെപ്റ്റംബർ 28 തന്നെ വായിക്കാൻ മാത്രം വൈദഗ്ധ്യമുള്ള ആളുമാണല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ ആ ജാതി വെല്ലുവിളികൾ ആവശ്യമില്ല. ഇവിടെ നമ്മൾ വന്നത് സംവാദത്തിനല്ല,
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം എന്ന പരാമർശത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതുക, ആ വാദത്തിന് മുകളിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ആ വ്യവസ്ഥ തയ്യാറാക്കുക. എന്നിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വെച്ചോളൂ. എല്ലാ ചോദ്യങ്ങൾക്കും വമാ ഖലഖ ദക്കറ വൽ ഉൻസയായാലും മുഅവ്വദതൈനിയായാലും എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ അവിടെ വെച്ച് തരാം. അത് നിങ്ങളോടും നിങ്ങളെപ്പോലെ ഈ ഹദീസുകളെ നിഷേധിച്ച് രംഗത്ത് വരുന്ന ഡോക്ടർ മജീദിനെ പോലെയുള്ള ആളുകളോടൊക്കെ അവര് പറഞ്ഞപ്പോ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ അലിമദനി അടുത്തുള്ളത് കൊണ്ടാവാം നസാഫ് മൗലവിയിലും കുറച്ചൊരു ജിന്നൂരിസം കടന്നുകൂടിയത്. കാരണം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഹദീസുകളെയൊക്കെ തള്ളിക്കളയുന്ന ആളുകൾ ഹദീസ് നിഷേധികളാണോ എന്ന ഒരു ചോദ്യം. ശരിക്കും ചോദ്യങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? കാരണം ഇവിടെ ഈ ഹദീസ് അംഗീകരിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ, അത് നിങ്ങൾ ഏതായാലും നിഷേധിക്കില്ല. അപ്പൊ ഈ ഹദീസ് അംഗീകരിച്ച പണ്ഡിതന്മാർ അഥവാ ഖുർആനിൽ ഉള്ള ഒരു അധ്യായം 2 അധ്യായങ്ങൾ ഇല്ല എന്നുള്ള ഒരു മഹാപാതകാണല്ലോ നിങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് സഹീഹാണ് എന്ന് വിശ്വസിച്ച പണ്ഡിതന്മാരൊക്കെ ഖുർആൻ നിഷേധികളാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരില്ലേ? അപ്പൊ അത്തരം ചോദ്യങ്ങളല്ല നമ്മൾ വൈജ്ഞാനികമായി ചർച്ച ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ നിങ്ങളും ഞങ്ങളും ഇവിടെ ഇന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീണവരല്ല. കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നസാഫ് മൗലവി എന്നെ വിളിച്ച് ചോദിച്ചത് സിഹിറുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അപ്പൊ ഇവിടെ ഈ ചർച്ച വരാനുള്ള കാരണം എന്താണ്? സിഹിറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ്, അതുപോലെ പല്ലിയുമായി ബന്ധപ്പെട്ട ഹദീസ്, ഇത്തരം ഹദീസുകൾ അത് ശരിയല്ല. അത് അംഗീകരിക്കുന്നതോടുകൂടി ആ ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു, ഇസ്ലാമിലെ പല ആദർശങ്ങൾക്കും കോട്ടം സംഭവിച്ചു എന്ന നിങ്ങളുടെ പ്രചരണമാണ് ഈ ഒരു ചർച്ച വരാൻ കാരണം. ഞങ്ങളുടെ പേരില് വലിയ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഞങ്ങളുടെ പേരിൽ ഉന്നയിക്കുന്നത് കള്ളമാണെന്ന് പറഞ്ഞ ആള് തന്നെ നിഷേധിക്കുന്ന ഹദീസുകളുടെ കുറെ പരമ്പരകൾ ഇവിടെ നിരത്തുകയും ചെയ്തു. അപ്പൊ നിരപരാധികളല്ല, അപരാധികളാണ് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ വാദം ഇതാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ഒരു വിഭാഗമാണ് മടവൂരികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അഹ്ലുസുന്ന വൽ ജമാഅയായിട്ടോ സലഫി ലോകമായിട്ടോ സലഫുകളുമായിട്ടോ ഒരു ബന്ധമില്ല. ഇവിടെ നിങ്ങളുടേതായ ചില വാദങ്ങൾ നിങ്ങൾ കുറച്ചാളുകൾ ഉണ്ടാക്കുന്നു, അത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ഹദീസുകൾ, തർക്കവിഷയമായി നിങ്ങൾ ഉന്നയിച്ച ഹദീസുകൾ, ഇതൊക്കെ ഇപ്പോ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ വരുന്ന ഹദീസുകളാണ്. അതിനു മുമ്പ് നിങ്ങൾ മുജാഹിദുകളെ ആക്ഷേപിക്കാൻ വേണ്ടി തെരുവുകളിൽ കൈകാര്യം ചെയ്ത ഹദീസുകൾ ഏതൊക്കെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്നുള്ളതും അതേപോലെ പല്ലിയായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെയാണ്. ഇതൊക്കെ മുത്തഫഖുൻ അലൈഹിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, മുത്തഫഖുൻ അലൈഹിയായ ഇത്തരം ഹദീസുകൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അത് ഒരു മനുഷ്യന്റെ ഈമാന് തകരാറ് വരും. ഈ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ ഈമാന് ഒരു അപാകതയും വരാൻ പോകുന്നില്ല എന്നതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയേണ്ട ഒരു സംഗതി, അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല, മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണോ നിങ്ങളുടെ വാദം? അത് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ. അതിനെപ്പറ്റി നിങ്ങളുടെ നിലപാടെന്ത്? നിങ്ങളാണല്ലോ ഉസൂലിൽ സ്ഥിരപ്പെട്ടതൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്ന് പറഞ്ഞത്. ഈ ഉസൂലിൽ സ്ഥിരപ്പെട്ടതാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ അന്ധവിശ്വാസികളാണെന്ന്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് പോരായ്മയുണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഈ സിഹറുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ മുത്തഫഖുൻ അലൈഹിയാണ്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഈ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വാദം, മുത്തഫഖുൻ അലൈഹിയായ ഈ ഹദീസുകൾ അത് സ്വീകാര്യമാണ് എന്ന് വിശ്വാസത്തിന് യാതൊരു പോരായ്മയും വരുന്നില്ല എന്ന് മാത്രമല്ല, ബുദ്ധിക്കും ഖുർആനിനും എതിരാണ് ആ ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിഷേധിച്ച് നടക്കുന്നത് ഹദീസ് നിഷേധം തന്നെയാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അതിനു പറ്റിയ ചോദ്യം അതിപ്പോ ചോദിക്കേണ്ടതല്ല, ചോദിക്കേണ്ട സമയത്ത് ഞങ്ങൾ ചോദിച്ചോളാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സമയത്ത് ഞങ്ങൾ ഉത്തരം പറയുകയും ചെയ്യാം. അബ്ദുൽ ലത്തീഫ് പലതും കേൾക്കാത്തതുണ്ട്, കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ എന്താ ഇത് കേൾക്കാതായിപ്പോയെന്ന് എനിക്കറിയില്ല. ഇറങ്ങാൻ പോണ ശബാബ് വരെ വായിച്ച ലത്തീഫ് ഇറങ്ങിയ സീഡികൾ കാണേണ്ടതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ.
ഈ സമസ്തക്കാരുമായുള്ള സംവാദങ്ങളിൽ പരാജയം മാത്രം ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം സ്വാഭാവികമായി ഇവിടെ വരുന്നുള്ള ഉറപ്പാണ്. അതിന്റെ ഒരു പ്രതികരണമാണ് ഷബാബിന്റെ ഡേറ്റിന്റെ പ്രശ്നം. വിഷയത്തിന്റെ മർമ്മം ആളുകൾക്കറിയാം, മുസ്ലിയാക്കന്മാർക്കും മനസ്സിലായിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട്. അവരെക്കാൾ വലിയ രാജഭക്തി ഹനീഫ് കാണിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരിക്കട്ടെ, ഇവിടെ ഹനീഫ് സൂചിപ്പിച്ച സംഗതി ഏതൊക്കെ ഹദീസുകൾ ചർച്ച ചെയ്യണം, അതിലുള്ള നിലപാടുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള സംവാദത്തിന് വ്യവസ്ഥ എഴുതാനാണ് ഇവിടെ ഇരുന്നത്. അപ്പോ ആ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതി പിരിയുക എന്നല്ലാതെ മറ്റു വിഷയങ്ങൾ സംവാദ വേദികളിലേക്ക് മാറ്റിവെക്കേണ്ടതാണ് എന്നാണ് ഹനീഫ് പറഞ്ഞത്. ഇത് മാത്രമല്ല, നമ്മൾ വേണമെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ നമ്മളെ മുസ്ലിയാക്കന്മാരോടൊക്കെ ഉപമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഷ്യം. എന്നാൽ ഇതേ ഹനീഫ് എന്ത് ചെയ്തു? എന്നിട്ട് വീണ്ടും കൂടി ചോദ്യങ്ങൾ ചോദിക്കണം. സംവാദത്തിന് ഉള്ള വ്യവസ്ഥ തയ്യാറാക്കി പിരിയാൻ മാത്രമാണ് വന്നത് എങ്കിൽ പിന്നെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചേ മതിയാകൂ, ഞങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ, ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ ഞങ്ങൾ ആദ്യമേ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണം. അത് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു, വീണ്ടും വീണ്ടും ആ വിഷയം അതുകൊണ്ട് ഉന്നയിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ അവിടെ ഉറച്ചിക്കുക, ഇപ്പൊ നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥ മാത്രം എഴുതിയാൽ മതി, മറ്റു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നേർത്ത് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോകാം. അതല്ല, നിങ്ങൾ ചില ചോദ്യങ്ങൾ അതിനിടക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതാണ് ഞാൻ ചോദിച്ചത്. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹിൽ വന്നിരിക്കുന്ന സനദുള്ള എല്ലാ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അത് മുത്തഫഖുൻ അലൈഹിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. പക്ഷെ ഞങ്ങൾ പറഞ്ഞതിന് മറുപടി കിട്ടണം. അത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന എല്ലാ ഹദീസും പിന്നെ തള്ളിക്കളയാതെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദ്യങ്ങൾ മറുപടി അറിയും, യാതൊരു സംശയമില്ല. ഞങ്ങളാണ് ആദ്യം ഈ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വ്യവസ്ഥ മാത്രം എഴുതി നമുക്ക് ചായം കുടിച്ച് പിരിയാം. ആ ഡേറ്റ് മാത്രം കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഈ രണ്ടും ഒരുമിച്ച് പറയരുത്. ഒന്നുകിൽ അവിടെ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഈ വിഷയത്തിന് കൃത്യമായി പ്രതികരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. മാത്രമല്ല, ഇപ്പൊ ഈ സിഹിർ, പല്ലി പോലെയുള്ള വിഷയങ്ങൾ അത് വന്നപ്പോ നിങ്ങൾക്കുണ്ടായ വിഷമം, നിങ്ങളെക്കുറിച്ച് അന്ധവിശ്വാസികളാണെന്ന് പറഞ്ഞു, അതുപോലെ പ്രവാചകർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ വാദം ഉന്നയിച്ചതാ. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഓരോ വാദത്തിലും ഞങ്ങൾ അതുപോലെ ഉറച്ചിക്കുന്നുണ്ട്. അത് എവിടെയും തെളിയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ വിഷയമടക്കം ഇന്നു തന്നെ ചർച്ചയാവണമെങ്കിൽ ആവാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ വ്യവസ്ഥ എഴുതിയിട്ട് ആ അടുത്ത ഡേറ്റ് കണ്ടിട്ട് അതിലേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കണം. മറിച്ച് നിങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാം, പക്ഷെ ഞങ്ങൾ ആദ്യം ചോദിച്ചതിന് മറുപടി പറയണം. ഇമാം ബുഖാരിയിലെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹിൽ സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച 3 സംഭവങ്ങൾ, ഇപ്പൊ 3 തന്നെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ തന്നെ പറഞ്ഞു 13 ഉണ്ട്, അതിലേക്ക് വിഷാദം വരാം. 3 ഉണ്ട് നിങ്ങൾ കേട്ടല്ലോ. ആ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം, മുഅവ്വദത്തീനിയുടെ വിഷയത്തിൽ, വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്ന വിഷയത്തിൽ, ഖബ്ല അൻ യൂഹാ ഇലൈഹി എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി ആ ഉത്തരത്തിന്റെ കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ മുത്തഫഖുൻ അലൈഹി സ്വീകരിക്കുമോ, അതുപോലെയുള്ള സിഹിറിന്റെ ചർച്ചക്കാവാമോ തുടങ്ങിയിരിക്കുന്ന ചോദ്യങ്ങളാവാം. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ബഹുമാന്യനായ ലത്തീഫ് സാഹിബ്, അദ്ദേഹം ധരിച്ചിരിക്കുകയാണ് 13 ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞത്. 13 ഹദീസ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മടവൂരികൾ തന്നെ. അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു ഇരുത്തല്ല ഈ വിഷയത്തിൽ. ആദ്യത്തെ ഒരു ഇരുത്തമല്ല. അറിയപ്പെട്ട മടവൂരിയായ ഡോക്ടർ അബ്ദുൽ മജീദ് മുഅവ്വിദത്തൈനി ചർച്ച ചെയ്തിട്ടുണ്ട്, പലതും ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഹദീസിൽ, ആ തർക്കത്തിൽ, ആ ചർച്ചയിൽ. അപ്പൊ ഇതൊരു ആദ്യത്തെ ചർച്ച. നിങ്ങളിപ്പോ ആദ്യം കൊണ്ടുവന്നൊരു വിഷയം, ഞങ്ങൾ കാണാത്തൊരു വിഷയം, ഞങ്ങൾ മറുപടി പറയാത്തൊരു വിഷയം, ഇസ്ലാമിക ലോകം കാണാത്തൊരു വിഷയം, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞങ്ങളിത് കണ്ട് മറുപടി പറഞ്ഞ് കഴിഞ്ഞതാണ്. പിന്നെ ഇപ്പോ 3 ആളുകൾ ഇങ്ങനെ വന്നിട്ട് 3 ഹദീസ് ഇങ്ങനെ ഉദ്ധരിച്ച് ഇപ്പൊ തന്നെ ചർച്ച, സംവാദം, അതൊക്കെ സാധാരണ
ഈ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാൻ ഞങ്ങൾ വലിയ ഇപ്പൊ തന്നെ സംവാദത്തിന് തയ്യാറുള്ള ആൾക്കാരാണ് എന്ന് തോന്നിപ്പിക്കാനാണെങ്കിൽ അത് ഇനിയും ആവർത്തിക്കാം. ലത്തീഫ് സാഹിബിന് ഇനിയും ആവർത്തിക്കാം. ഇനി അതല്ല, ഇന്നിവിടെ സംവാദത്തിനാണെങ്കിൽ പിന്നെ സംവാദ വ്യവസ്ഥ എന്നൊരു ചർച്ചയൊന്നും പാടില്ലോ. ആദ്യം തന്നെ സംവാദത്തിന് പറഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ സംവാദത്തിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർ അബ്ദുൽ മജീദ് ചോദിച്ചു നോക്ക്, ഒരു വ്യവസ്ഥയില്ല. നേർക്ക് നേരെ ഇരുന്ന് വന്ന് നേരെ നേരെ സംവാദം, ഒരു വ്യവസ്ഥ എഴുതിയിട്ടില്ല. ഒരു വ്യവസ്ഥ ഇല്ലാതെ വിഷയം മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോ ഈ രൂപത്തിൽ പിന്നെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഇപ്പൊ സംവാദത്തിന് തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് ഒരു രസവും കുഞ്ഞിങ്ങൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് വിഷയാവൂല. ഇവിടെ ആധികാരികമായി രണ്ട് സംഘടനകൾ തമ്മിൽ നടക്കുന്ന സംവാദമാണ്. അതിനൊരു ആധികാരിക സ്വഭാവമുണ്ട്. അതല്ലാതെ ഇപ്പൊ ഞാനും അലിമദനിയാണെങ്കിൽ എല്ലാം അതൊക്കെ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാദപ്രയോഗം നടത്താം. ഒരു പ്രശ്നമില്ല. അലിമദനി ഞാൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു സംവാദം നടത്താം. മൻസൂർ അലിയോട് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ടൊരു സംവാദം നടത്താം. ഇനി ലത്തീഫ് സാഹിബ് ഉണ്ടോ, ഡയറക്റ്റ് ആയിട്ടൊരു സംവാദം നടത്താം. അതിന് ഈ പേപ്പറൊന്നും വേണ്ട, ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയി വേറെ സംവാദം നടത്താം. അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തയ്യാറാണ്. ഇപ്പൊ തന്നെ തയ്യാറായിക്കോളി. വ്യക്തിപരമായി പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ തന്നെ എഴുന്നേറ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രയോഗം നടത്താം. അതിലൊന്നും വേറെ വിഷയമൊന്നുമില്ല, ഒരു പ്രയാസമില്ല അതിൽ. അപ്പോ ഇതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ രണ്ട് സംഘടനകൾ പേരെഴുതി അഡ്രസ്സിൽ നടത്തപ്പെടുന്ന സംവാദത്തിന് അതിന് ഔദ്യോഗിക സ്വഭാവമുണ്ട്. അതിന് അവരവരുടെ വാദങ്ങൾ എഴുതേണ്ടതുമുണ്ട്. നിങ്ങളുടെ വാദം എന്താ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂ. എന്ത് മുത്തഫഖുൻ അലഹിയായ ഹദീസിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാര്യം എന്ന് വെച്ചാൽ അസഹിൽ ഏറ്റവും പ്രബലമായത് ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന, ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. നിങ്ങൾ ചിരിക്കണ്ട. ബുഖാരിയിലെ മുസന്നദായ മുഴുവൻ ഹദീസും ലക്ഷ്യത്തിന് പറ്റുന്നതാണെന്ന് ഞങ്ങളുടെ വാദം തന്നെയാണ്. എന്താ സംശയം? അത് ഞങ്ങളുടെ വാദം മാത്രമല്ല, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാദമാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ആ കാലഘട്ടത്തിൽ അന്ന് ചേകന്നൂരിസം കടന്നു വന്നപ്പോ, അതുപോലെ തന്നെ CN-ഇസം കടന്നു വന്നപ്പോ, ആ കാലഘട്ടത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് ആ കാലയളവിൽ തന്നെ നൽകിയ മറുപടിയാണ്. അതിൽ പറഞ്ഞ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമില്ല. നിങ്ങൾ എന്നിട്ട് ഞങ്ങളിപ്പോ മാറിയിട്ടില്ല എന്ന് ഇപ്പൊ പറയാം. നിലപാട് എന്താണ് കേട്ടോളൂ. സഹീഹുൽ ബുഖാരി, പരിശുദ്ധ ഖുർആനിന്റെ ശേഷം ഏറ്റവും മഹത്തായ കിതാബ് സഹീഹുൽ ബുഖാരിയാകുന്നു. 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഈ കിതാബിലെ ഹദീസുകൾ ഇമാം തെരഞ്ഞെടുത്തത്. അതിലെ മുസന്നദായ, ഞങ്ങൾ ഈ പറയുന്ന വാചകം ഞങ്ങളുടെ ഇഷ്ടത്തിന് പറയുന്നതല്ല, പൂർവ്വസൂരികളായി കഴിഞ്ഞുപോയ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വിവരമുള്ള പണ്ഡിതന്മാർ, അക്കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതനെ, ഇന്നത്തെ ഹദീസ് പണ്ഡിതന്മാരെ പോലല്ല. ഇന്നിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഇങ്ങനെ ആകല, ഏഷ്യയിലും അതുപോലെ തന്നെ പിന്നെ ആഫ്രിക്കയിലൊക്കെ ഓരോ ഹദീസ് പണ്ഡിതന്മാർ ഇങ്ങനെ ആകല. അപ്പോ ഇതുപോലല്ല, ഇതൊക്കെ ഉസൂൽ അറിയുന്ന, അസിലറിയുന്ന, അതുപോലെ തന്നെ ഹദീസ് വായിച്ചാൽ അതിന്റെ ഷറഹ് മുഅവ്വിദത്തൈനി വായിച്ചിട്ട് അതെന്താന്ന് മനസ്സിലാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല. ബുഖാരിയുടെ ഹദീസ് കണ്ടിട്ട് എന്താന്ന് മനസ്സിലാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല. അത് കണ്ട് അതിനെ വിമർശിച്ചവർക്ക് മറുപടി എഴുതിയ പണ്ഡിതന്മാർ, ഈ ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച പണ്ഡിതന്മാർ, ഈ പ്രസ്ഥാനത്തെ നയിച്ച പണ്ഡിതന്മാർ മുമ്പേ പറഞ്ഞു വന്ന നിലപാട് എന്താന്ന് ചോദിച്ചാൽ, അതിലെ മുസന്നദായ അഥവാ സനദോട് കൂടി പറഞ്ഞ ഹദീസുകളെല്ലാം സ്വഹീഹും ലക്ഷ്യത്തിന് പറ്റുന്നതുമായിരിക്കും. മുസ്നദും മുസന്നദും വ്യത്യാസമുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ തർക്ക പോട്ടെ. അപ്പോ സനദോട് കൂടിയ എല്ലാ ഹദീസുകളും സഹീഹാണ്. എല്ലാ ഹദീസും സഹിയാണ്. സനദോട് കൂടിയ എല്ലാ ഹദീസും സഹിയാണെന്ന് മാത്രമല്ല, ലക്ഷ്യത്തിന് പറ്റുന്നതാണെന്നത് ഇന്നത്തെ നിലപാടല്ല, അത് പുതിയതൊന്ന് നിങ്ങളിപ്പോ ചോദിക്കുകയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ സംസാരിക്കും, വേണമെങ്കിൽ സമയം വെക്കാം, അത് നമ്മൾ വേണമെങ്കിൽ സമയം നിശ്ചയിച്ചു പോവാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇത് സമയം പറഞ്ഞോ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആയിക്കോട്ടെ. അപ്പോ നമുക്ക് ലക്ഷ്യത്തിന് പറ്റും, അത് പിന്നെ സ്വഹീഹുമാണ്. ഇത് ഞങ്ങളുടെ നിലപാടാണ്. അത് നമുക്ക് പറയാൻ മടിയും പ്രയാസമൊന്നുമില്ല. അത് ഞങ്ങൾക്കൊരു മടിയില്ല, പ്രയാസമില്ല പറയാൻ. അത് ഇന്നുണ്ടായതല്ല, വളരെ നേരത്തെ എഴുതി രേഖാമൂലം വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ സഹീഹുൽ ഹദീസ് മുഴുവൻ അംഗീകരിക്കുക, ബുഖാരിയിലെ ഹദീസ് മുഴുവൻ അംഗീകരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വെറുതെ ഒരു ചോദ്യത്തിന് വേണ്ടി ചോദിക്കുകയാണെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളുടെ നിലപാട് നിങ്ങൾ അംഗീകരിക്കൂ. മുത്തഫഖുൻ അലൈഹി, എന്നിട്ടല്ലേ ബുഖാരി, എന്നിട്ടല്ലേ മുസ്ലിം. അല്ല, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായത്. എനിക്ക് ചിരിയാവുന്നത് എന്താ സംഗതി മനസ്സിലാകട്ടെ. കാര്യം ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ബുഖാരിയുടെ ഹദീസ് അല്ല ഏറ്റവും പ്രബലം. കാരണം അത് ഇത്തിഫാഖായി സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഇത്തിഫാഖായി വന്നിട്ടുള്ള ഹദീസാണ് പിന്നെ പ്രബലം. അത് നിങ്ങൾ അംഗീകരിക്കൂ, എന്നല്ലേ ബാക്കി. അതിന് താഴത്ത് പിന്നെ ചർച്ച ചെയ്യാം. ഏറ്റവും പ്രബലമായി നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ ബുഖാരിയുടെ ഹദീസുകൾ ലക്ഷ്യത്തിന് പറ്റും, വായിച്ചു പറഞ്ഞല്ലോ. മുസന്നദായ നിലക്കുള്ള എല്ലാ ഹദീസുകളും ലക്ഷ്യത്തിന് പറ്റും എന്നുള്ളത് പറഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങളൊന്ന് പറയോ,
മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഹദീസ് നിഷേധിക്കുന്നവരല്ല എന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഇതാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. വിഷയം വരട്ടെ, വിഷയം നിലപാട് വ്യക്തമാണ്. അസ്സലാമു അലൈക്കും. 5 മിനിറ്റ് അല്ലേ? നിങ്ങൾ 5 മിനിറ്റ് എടുത്തോളി. നിങ്ങൾ ഇപ്പൊ മുതൽ തുടങ്ങിയിട്ട് ആയിക്കോട്ടെ, തീരുമാനിക്കാം. ഞാൻ തുടങ്ങട്ടെന്നാ. പിന്നെ അനസ് മൗലവിനെ മുമ്പ് നമുക്ക് ഇഷ്ടം അദ്ദേഹം തമാശക്കാരൻ എന്നുള്ള നിലക്കാണ്. എന്താ എനിക്കറിയോ, ഈ പുറകില്ല നിങ്ങളെ നല്ലോണം ശ്രദ്ധിച്ചോളി. അനസ് മൗലവി ചേകനൂരിസത്തിലേക്ക് ഇങ്ങനെ തലടുണ്ട്. ഇപ്പൊ ചേകനൂരി ആദ്യം തന്നെ വന്ന് ഹദീസ് മുഴുവൻ സ്വീകരിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, 2 സാക്ഷിയുള്ള ഹദീസായിരിക്കണം എന്നാ പറഞ്ഞത്. നമ്മൾ ബുഖാരി മുസ്ലിമിലെ ഹദീസിനെ മൊത്തത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മൂപ്പര് മുത്തഫഖുൻ അലൈഹിലേക്ക് ഒതുക്കിപ്പോ. അപ്പൊ ബാക്കി ഹദീസോ അനസ് മൗലവിയെ, ബാക്കി ഹദീസോ എന്താ മുത്തഫഖുൻ അലൈഹി? സാധാരണക്കാർ മനസ്സിലാക്കുക, ഇമാം ബുഖാരിയും മുസ്ലിമും 2 ഗ്രന്ഥത്തിനും സഹിയായി വന്ന ഹദീസിനെ മാത്രം ചുരുക്കിപ്പോ മൂപ്പര്. എന്തേ ബാക്കി ഹദീസ് എന്താ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പേടിന്തേ? അത് പറ്റൂലേ? ഇപ്പൊ കണ്ടോ, ഹദീസ് നിഷേധത്തിലേക്ക് അനസ് മൗലവി തലയിടൽ തുടങ്ങി. എന്തുകൊണ്ട് മുത്തഫഖുൻ അലൈഹിൽ മാത്രം ചുരുക്കി? അതുകൊണ്ട് പറഞ്ഞേരി. എന്തേ ബാക്കിയുള്ളത് അംഗീകരിക്കാൻ പറ്റൂലെന്നാ? സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ആ വാദേല്ലട്ടോ. പിന്നെ മുത്തഫഖുൻ അലൈഹിൽ തന്നെ അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കി കൂടിയും പറയാണ്ട്. മുത്തവാത്തിർ അങ്ങനെ വേറെയും പോകാണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിന്റെ ഈ ഗ്രന്ഥത്തിലൊക്കെ ഞങ്ങൾ അംഗീകരിക്കണം. നിങ്ങളിത് അംഗീകരിക്കണില്ലല്ലോ. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ലത്തീഫ് ആവർത്തിച്ച് ചോദിച്ചില്ലേ, സനദുള്ള എല്ലാ ഹദീസും ഞങ്ങൾ സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ സമ്മതിക്കാന്ന്? അതെന്താ അയിമക്ക് ടച്ചനെ ചെയ്യണില്ലല്ലോ. ഞങ്ങൾ ഇവിടെ പരാമർശിച്ചു. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഡോക്ടർ അബ്ദുൽ മജീദിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഭീമാബദ്ധയായിരുന്നു, മഹാഭീമാബദ്ധയായിരുന്നു. നിങ്ങളന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് ഖുർആൻ തിരിയിലായിരുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതേ ഹദീസിനെ ഇവിടെ എടുത്തിടാനുള്ള കാരണം, അന്ന് ബഹുമാന്യനായ അനസ് മൗലവി എല്ലാ ആദരവും അദ്ദേഹത്തിന് നൽകി തന്നെ പറയട്ടെ, അബ്ദുൽ മജീദിനോട്, ഡോക്ടർ അബ്ദുൽ മജീദിനോട് താങ്കൾ പറഞ്ഞ ആ മറുപടി ഭീമാബദ്ധമാണ്. കാരണം താങ്കൾ അങ്ങ് പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് അത് അറിയില്ലേന് ആദ്യത്തിൽ നിന്നാ. അങ്ങനെയല്ല. എത്ര ബുഖാരിയിലെ ഹദീസ് ഉണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ അടുത്ത് ഖുർആൻ പഠിക്കേണ്ടിന്ന് റസൂലുള്ളാഹി പറഞ്ഞ കാണിച്ചു തന്നെ. എപ്പോ കാണിച്ചു തരണോ? എന്റെ അടുത്ത് ഇപ്പൊ കയ്യിൽ 4-ലധികം ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. എന്ത്? 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. അള്ളാഹുവിന്റെ റസൂല് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്, അദ്ദേഹത്തിന് ഖുർആൻ തിരിയുന്നു. എന്നിട്ട് നിങ്ങൾ അന്ന് എന്താ എടുത്ത? മൂപ്പർക്ക് അത് തിരിയില്ലായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു അത് തിരുത്തിക്കാണ്ടി അഭിപ്രായം. നിങ്ങൾക്ക് അത് തിരിയാത്ത കൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയതാ. അതുകൊണ്ട് തന്നെ ഞാൻ ബോധപൂർവം ആ ഹദീസ് വിട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞിരുന്നു, ശരിക്ക് തിരിഞ്ഞിരുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തതാ ഇബ്നു ഹജർ അൽ അസ്ഖലാനി കൊടുത്ത്. ആര് പറഞ്ഞത് ഈ ഹദീസിനെ പറ്റി? നവവി ഇമാം പറഞ്ഞത്. എന്താ? അജ്മഅൽ മുസ്ലിമൂൻ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം ഇജ്മാഅാണ് അലാ അന്നൽ മുഅവ്വദ ഇഖ്ലാസല്ല. സൂറത്തു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഫാത്തിഹയും ഒക്കെ ഖുർആനിൽ പെട്ടതാണ്. വ അന്ന മൻ ജഹദ മിൻഹുമാ ശൈഅൻ കഫർ, ആരെങ്കിലും അതിൽ നിന്ന് വല്ലതും നിഷേധിച്ചാൽ അവൻ കാഫിറായി. തത്വത്തിൽ ഈ ഹദീസ്, ബുഖാരിയിലെ ഈ ഹദീസിലെ ഇബ്നു മസ്ഊദ 2 സൂറത്തും നിഷേധിച്ചു. അങ്ങനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറായി. ഒമാ നുഖില അൻ ഇബ്നു മസ്ഊദിൻ, ഇബ്നു മസ്ഊദിൽ നിന്ന് ബുഖാരിയിലെ ഈ ഹദീസ്, ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബാത്തിലുൻ, തനി ബാത്തിലായ ഹദീസാണ്. ലൈസ ബിസഹീഹിൻ, ഇത് സഹീഹല്ല. അനസ് മൗലവിയോടും അനീഫ കായക്കോടി മൗലവിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ബുഖാരിയിലെ ഈ ഹദീസ് അംഗീകരിക്കോ അതോ തള്ളുവോ? മറുപടി പറയണോ? അവിടെ വർത്തമാനം പറഞ്ഞാൽ കേൾക്കാത്ത മാർക്ക് കാട്ടിയില്ല. എങ്ങനെ? നിങ്ങൾ ബുഖാരിയിലെ ഈ ഹദീസ് അംഗീകരിക്കുന്നുണ്ടോ അതോ നിങ്ങൾ തള്ളുന്നുണ്ടോ? നീ ശുക്കൂർ സലായി ഒന്ന് പറഞ്ഞെടുത്ത് കണ്ടിട്ടോ, മൂപ്പര ആ ഇപ്പോഴക്കട മാറ്റിക്ക്, എന്നിട്ട് കേൾക്കി. എന്നിട്ടോ അങ്ങനെ പിന്നെ ഇമാം ഇബ്നു ഹസം ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വേറെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഅവ്വത്തേനി അത് ഖുർആനിൽ പെട്ടതാണോ അല്ലേ? ബുഖാരിയിൽ അത് പെട്ടതല്ല എന്ന ഹദീസാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്, അതോ പെട്ടതാണ് എന്നുള്ള ഹദീസാണോ? ഇത് ചോദിക്കുമ്പം ഞങ്ങൾ മുത്തഫഖുൻ അലൈഹി സ്വീകരിക്കുള്ളൂ. നാട്ടുകാരെ നിങ്ങളെ കൊണ്ട് തപ്പ കുതിരളിക്കൽ തുടങ്ങിയാണ്. എന്താ? മുത്തഫഖുൻ അലൈഹി എന്ന ബുഖാരിയിലും മുസ്ലിമിലും ഒന്നിച്ചു വന്ന ഹദീസേ പറ്റുള്ളൂ എന്നതിലേക്ക് ചുരുങ്ങുക ഇവര്. എന്തുകൊണ്ട് എല്ലാ ഹദീസും ഞങ്ങൾ ബുഖാരി മുസ്ലിമിലെ എല്ലാ ഹദീസും, സനദുള്ള എല്ലാ ഹദീസും സ്വീകരിക്കുമെന്ന് അബ്ദുൽ ലത്തീഫ് ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് പറയാത്തെന്താ? എന്നാ മൈക്ക കിട്ടിയാലോ മടവൂരികൾ ഹദീസ് നിഷേധികൾ, അപ്പതാ ഹദീസ് നിഷേധത്തിലേക്ക് പോകുന്നത് അല്ലെ? അതുപോലെ നിങ്ങൾ പറഞ്ഞേരി, അള്ളാഹുവിന്റെ റസൂൽ ഇസ്രാവും മേറാജിലേക്കും പോയിട്ടുള്ളത്
നുബൂവത്തിന്റെ ശേഷാണോ അതിന്റെ മുമ്പാണോ? ഇമാം ബുഖാരിന്റെ ഹദീസിൽ കണ്ടോ, ഇസ്രാ മിഅ്റാജ് കണ്ടോ, ഖബല അൻ യൂഹാ ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിന് വഹ്യ് കിട്ടുന്നതിന് മുമ്പായിരുന്നു. ഇത് അംഗീകരിക്കണോ മുസ്ലിം ഉമ്മത്ത്? വേണോ? ഇത് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ അംഗീകരിച്ചില്ലല്ലോ. ഇത് അബദ്ധാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇമാം ബുഖാരി കൊള്ളരുതാത്തവന് എന്ന, അദ്ദേഹം 2ാം നമ്പറുകാരന് എന്ന, ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് അബദ്ധ എന്ന് പറഞ്ഞ ഇമാം ഖത്താബി മോശക്കാരനാ? അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, മഹാനായ ഇബ്നു തൈമിയ്യ ശിഷ്യൻ ഇബ്നു ഖയ്യിമുൽ ജൗസി കൊള്ളരുതാത്തവനാ? ആണോ? അല്ല. അപ്പൊ ഈ സത്യം നിങ്ങൾ മൂടി വെക്കാതിരിക്കുക, പ്ലീസ് തുറന്നു പറയും. ഏതായാലും ഞാന് സംസാരിക്കുമ്പോഴേ കേൾക്കാതിരിക്കുമെന്ന് നസാഫിന് അറിയാം. പക്ഷെ നസാഫ് വെറുതെ ഇരുന്നിട്ടും കാര്യമല്ല, കേൾക്കൂല. എന്താ ചെയ്യാ? ഈ പുസ്തകം എടുത്ത് കാണിച്ചിട്ടാണ് പറഞ്ഞത് ഇതിലുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് പിന്നെ മൂപ്പര് പറയണ എന്താ അബ്ദുൽ ലത്തീഫ് ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടി പറയാത്തത്? ആരാ നിങ്ങൾ പൊട്ടനാക്കാൻ നോക്കണത്? സ്വയം ആകാന്നല്ലാതെ വേറെ ആളാക്കാൻ കഴിയില്ല. കാരണം ഈ പുസ്തകം എടുത്തു വെച്ച് വായിച്ചു അനസ്. എന്താണ്? പരിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും മഹത്തായ കിതാബ് സഹീഹുൽ ബുഖാരി ആകുന്നു. ഇതിനെ കേൾക്കുള്ള കുഴപ്പം? നിങ്ങൾ കേൾക്കൂല. ഇതിൽ മുത്തഫഖുൻ അലൈഹി അല്ലല്ലോ. ഏറ്റവും മഹത്തായ കിതാബ് സഹീഹുൽ ബുഖാരി ആകുന്നു. 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഈ കിതാബിലെ ഹദീസുകൾ ഇമാം തെരഞ്ഞെടുത്തത്. അതിലെ മുസന്നദായ സനദോടുകൂടി പറഞ്ഞ ഹദീസുകളെല്ലാം സ്വഹീഹും ലക്ഷ്യം ഇത് ഞങ്ങൾ ഇപ്പൊ മതി എന്ന് പറഞ്ഞോ. ഇതെന്നെ നേരത്തെ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടു പ്രാവശ്യം പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ എല്ലാ സംഗതിയും. അത് പറഞ്ഞു തന്നതിന് നന്ദി. അപ്പോ ഇത് പറഞ്ഞു. ഇനി എല്ലാ കാര്യവും ഇങ്ങനെ 2 പ്രാവശ്യം പറയാൻ കഴിയില്ല. ഇനി പിന്നെന്താ വേറൊന്ന് മൂപ്പര് അത് കഫറ എന്ന് ഇമാം നബി പറഞ്ഞില്ലേ? തെളിവൊക്കെ നിങ്ങളവിടെ വെക്ക്. നിങ്ങളടുത്ത് ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, നിങ്ങളടുത്ത് കിതാബുണ്ട്, ഒക്കെ ഉണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് എടുക്കാനാ. അത് ആവശ്യമുള്ള സമയത്ത് തെളിവും ഓരോരുത്തരുടെ ഭാഗത്തുള്ള തെളിവ് മാറ്റരക്കേണ്ടത് ഇപ്പോഴല്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനമായ ചർച്ച നമ്മുടെ ഇടയിൽ തുടങ്ങിയത് മുത്തഫഖൻ അലൈഹി ഹദീസുകളാണ്. നിങ്ങൾ തള്ളിയതും നിഷേധിച്ചതും. അതുകൊണ്ടാണ് ഞങ്ങൾ മുത്തഫഖൻ അലൈഹി പറഞ്ഞത്, അല്ലാതെ മറ്റ് സഹിഹ ഹദീസുകളെ പറ്റിയല്ല. നിങ്ങൾക്ക് മുത്തഫഖൻ അലൈഹിയെ പറ്റി പറയാൻ പേടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന് ഇതാ ഞങ്ങൾ മറുപടി പറയുന്നു. സഹീഹുൽ ബുഖാരിയെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകമായൊരു നിലപാടിപ്പോഴില്ല. കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ ശൈഖ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ എന്താണോ പണ്ട് എഴുതി വെച്ചത് അത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള നിലപാട്. അതിൽ നിന്ന് മാറി ആ നസാഫ് മൗലവിയുടെ ഒരു മദ്ഹബിലേക്ക് പോകേണ്ട ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒരാവശ്യവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾ ആ വിഷയത്തിൽ പറയുന്നത്. പിന്നെ ഡോക്ടർ മജീദിന് നൽകിയ മറുപടി ഭീമാബദ്ധാണ് എന്നാണ്. അതെന്തായാലും മജീദിനോടൊന്ന് പോയി പറഞ്ഞു കൊടുക്കുക. അതെന്താ അപ്പൊ പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അനസ് മൗലവിയോ ഞങ്ങളോ ഹദീസ് നിഷേധത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ ഞങ്ങളെ ചോദ്യത്തിന് ഇപ്പോഴും നിങ്ങൾക്ക് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. എന്താ കഴിയാത്തത്? നിങ്ങൾ പറയും സമുദായത്തോട് മുത്തഫഖുൻ അലൈഹി ഹദീസുകളുടെ കൂട്ടത്തിൽ നിഷേധിക്കേണ്ട ഹദീസുകളുണ്ട്, തള്ളിക്കളയേണ്ട ഹദീസുകളുണ്ട്, സ്വീകരിച്ചാൽ കാഫിറായി പോകുന്ന ഹദീസുകളുണ്ട് എന്ന് നിങ്ങൾ പറയണം. ഞങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരൊറ്റ സനദോടുകൂടിയ ശൈഖ് മൗലവി പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഹദീസ് സ്വീകരിച്ചാലും ഒരാളും കാഫിറായി പോകില്ല. അതേപോലെ തന്നെ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസും ആളും കാഫിറായി പോകില്ല. ഇതാ ഞങ്ങളുടെ വിശ്വാസം. അതാ നമ്മൾ തമ്മിലുള്ള തർക്കം. നിങ്ങൾ പറയുന്നു ബുഖാരിയിലുള്ള ഹദീസുകൾ സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന് നബി നിങ്ങൾ എന്തിനാ ഉദ്ധരിച്ചത്? നിങ്ങൾ ആ വാദത്തെ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോ അതെന്താണ് കാഫിറാകൽ? എങ്ങനെയാണ് പഠിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളൊരു കഫറ കണ്ടപ്പോ പണ്ട് ഇയാള് പേരോടും ഉള്ളാളങ്ങളും കഫറ പറഞ്ഞ മാതിരി നിങ്ങളൊരു കഫറ കണ്ടപ്പോ കാഫറായി എന്ന് വിചാരിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ, ആ ഹദീസുകൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരാളുടെ, ഇതൊക്കെ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഉപയോഗിച്ചപ്പോ അത് എഴുതി വെച്ചിട്ട് തന്നെയാ പറഞ്ഞത്, വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന്റെയും വിശ്വാസത്തിന് ഒരു കുഴപ്പവും വരാൻ പോണില്ല. എന്നാൽ ബുദ്ധിക്കും ഖുർആാനിനും നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസുകളെ, മുത്തഫഖുൻ അലൈഹി ഹദീസുകളെ തള്ളുന്നത് ഹദീസ് നിഷേധമാണ്. അത് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 2 പ്രാവശ്യം പറയാം, ഹദീസ് നിഷേധമാണ്. അതിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. നിങ്ങൾക്ക് 2 പ്രാവശ്യം പറയണം എന്നുള്ളതുകൊണ്ട്. ഏതായാലും അത് ഞങ്ങളുടെ വാദമാണ്, ഞങ്ങളത് പറയുന്നു. അതല്ല നിങ്ങളുടെ വാദം ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ അത് പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ? അതുപോരാ, സ്വഹീഹുൽ ബുഖാരിയെ പറ്റി പറയണം. അതിനെപ്പറ്റിയും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായമല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ KJUവിന്റെ പണ്ഡിതനായിരുന്ന, അക്കാലത്തെ ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെട്ട ശൈഖ് മൗലവി എഴുതിയ നിലപാട് എന്താണ്?
ഖുർആനിന്റെ ശേഷം ഏറ്റവും മഹത്തായ കിതാബ് സഹീഹുൽ ബുഖാരിയാകുന്നു. 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഈ കിതാബിലെ ഹദീസുകൾ ഇമാം തെരഞ്ഞെടുത്തത്. അതിലെ മുസന്നദായ സനദോടുകൂടി പറഞ്ഞ ഹദീസുകളെല്ലാം സ്വഹീഹും ലക്ഷ്യത്തിന് പറ്റുന്നതുമാകുന്നു എന്ന വാദം ഞങ്ങൾക്ക് അതിലൊരു മാറ്റമില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ മുത്തഫഖുൻ അലൈഹി പറഞ്ഞത്? നമ്മൾ തമ്മിൽ നടന്ന ചർച്ചകൾ, ഈ നാട്ടിൽ നടന്ന ചർച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുമായി ബന്ധപ്പെട്ടാണ്. അതിനെയാണ് നിങ്ങൾ നാട്ടിൽ മുഴുവൻ ഒരു വിവരമില്ലാതെ പരിഹരിച്ച് നടന്നത്. എന്താണ് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു നടന്നത്. അപ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ ഹദീസ് നിഷേധികളാണെന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഈ ഒരു വിഷയത്തിൽ ഇതാണ് ഞങ്ങളുടെ നിലപാട്. ശബ്ദം ഉയർത്തിയത് കൊണ്ട് മാത്രം പറയുന്നത് യാഥാർത്ഥ്യമാവണമെന്നില്ല. ഞങ്ങളുടെ ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഒരു ഭാഗം മാത്രമാണ്. ബുഖാരിയിലെയും മുസ്ലിമിലെയും, ഒന്നൂർ ശരി, നിങ്ങൾ 2 വട്ടം പറഞ്ഞല്ലോ, ഞാൻ 3 വട്ടം പറഞ്ഞുതരാം. ബുഖാരിയിലെയും മുസ്ലിമിലെയും സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും സ്വീകാര്യമാണോ അല്ലേ? ബുഖാരിയെക്കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എഴുതി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ വായിച്ചു. മുസ്ലിമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അഥവാ ബുഖാരിയുടെയും മുസ്ലിമിലെയും സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസും നിങ്ങൾക്ക് സ്വീകാര്യവും ലക്ഷ്യത്തിന് പറ്റുന്നതും ആണ് എങ്കിൽ ഈ മുഅവ്വദത്തൈനെ കുറിച്ച് വന്ന വിഷയം, വമാ ഖലഖ ദക്കറ എന്ന് പറയുന്ന വിഷയം, അതുപോലെ മിഅ്റാജിനെ കുറിച്ച് വന്നിരിക്കുന്ന വിഷയം, അതിൽ നിങ്ങളെ നിലപാടെന്താ നമ്മൾ ചോദിച്ചത്? അത് പറയണ്ട, വളരെ പൂർത്തിയാവുള്ളൂ. അത് പറയാതെ നിങ്ങൾ മുത്തഫഖുൻ അലൈഹിലേക്ക് പിന്നെ ചാടി എന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളിൽ ചില ഹദീസുകളെ പൂർവികരും ആധുനികരുമായിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്, വിമർശന വിധേയമാക്കിയിട്ടുണ്ട്, വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹദീസുകളെ കുറിച്ച് നമ്മളും ആ വിഷയം എടുത്തുദ്ധരിക്കുന്നവരുകൂടി നമ്മൾ ഹദീസ് നിഷേധികളാണോ അല്ലേ? ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിച്ചത്. നമ്മൾ നിങ്ങൾ ഹദീസ് നിഷേധികളാക്കുന്നത് പൂർവികരും ആധുനികരുമായിരിക്കുന്ന പണ്ഡിതന്മാർ നിരൂപണം നടത്തിയ, ചിലപ്പോൾ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകളെ ആ നിലക്ക് ഞങ്ങൾ എടുത്തുദ്ധരിച്ചപ്പോഴാണ് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ഹദീസ് നിഷേധികൾ എന്നാരോപിച്ചത്. അവിടെ ഞങ്ങൾ ചോദിച്ചത്, എങ്കിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സനദോടുകൂടി ഉദ്ധരിച്ചിരിക്കുന്ന എല്ലാ ഹദീസുകളും സ്വീകാര്യമാണ്, ലക്ഷ്യത്തിന് പറ്റുന്നതാണ്, യാതൊരു തകരാറുമില്ല, തള്ളിക്കളയേണ്ടതില്ല എന്ന നിലപാടിലാണോ നിങ്ങളുള്ളത്? അത് കൃത്യമായി പറയണം. അത് കൃത്യമായി പറയുന്നുവെങ്കിൽ പിന്നെ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ച് വേറെ പറയേണ്ടതില്ലല്ലോ. മുത്തഫഖുൻ അലൈഹി വേറെ പറയേണ്ടതുണ്ടോ? അത് അതിന്റെ കൂടെ തന്നെ പറയേണ്ട സംഗതിയല്ലേ? കാരണം ബുഖാരിയിലെയും മുസ്ലിമിലെയും എല്ലാ ഹദീസുകളും സ്വീകാര്യമാണ് എങ്കിൽ പിന്നെ മുത്തഫഖുൻ അലൈഹി അതിനടക്കപ്പെടുന്ന സംഗതിയല്ലേ? അത് പ്രത്യേകം പറയേണ്ടതുണ്ടോ? മാത്രമല്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ചില ഹദീസുകൾ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ തന്നെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്, വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എടുത്തുദ്ധരിച്ചാൽ അത് ഹദീസ് നിഷേധമാണെങ്കിൽ അതേ നിഷേധമാണോ പൂർവികരായിരിക്കുന്ന പണ്ഡിതന്മാർ ചെയ്തത് എന്ന് ഞങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാതെ വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് മർമ്മത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾ ഇവിടെ ഞങ്ങള് പിന്നെ ബുഖാരിയുടെ ഭാഗം എടുത്ത് ഉദ്ധരിച്ചപ്പോ അതൊക്കെ അവിടെ വെച്ചോളൂ, സമയമാകുമ്പോൾ എടുക്കാന്നാണ്. എങ്കിൽ നിങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്ന പുസ്തകവും അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, ഒന്നുകിൽ നമ്മൾ സംവാദം എന്നാണോ നടത്തേണ്ടത് ഡേറ്റ് നിശ്ചയിച്ച് വ്യവസ്ഥയും വാദമൊക്കെ എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായും കണിശമായുമുള്ള മറുപടി നൽകുക. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നത്, ബുഖാരിയിലും മുസ്ലിമും ഇല്ല സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും സ്വീകാര്യമാണോ? ആണെങ്കിൽ ഈ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന 3 ഹദീസുകളെ കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? അത് വ്യക്തമാക്കണം. അതുപോലെ തന്നെ പൂർവികരായിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ തന്നെ നിരൂപണ വിധേയമാക്കിയ, വിമർശന വിധേയമാക്കിയിരിക്കുന്ന ഹദീസുകളെ ഇപ്പുറത്താരെങ്കിലും എടുത്തു നിഷേധമാണെങ്കിൽ അതേ പൂർവികരായ പണ്ഡിതന്മാരും ഹദീസ് നിഷേധികളാണോ? ഈ കാര്യത്തിന് കൂടി മറുപടി കിട്ടിയാൽ നമ്മുടെ ചർച്ച പൂർത്തിയാവും. ബഹുമാന്യനായ ലത്തീഫ് സാഹിബ് പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ മാത്രം വായിക്കുക, ഞങ്ങൾ വായിക്കാതെ പോയി. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ തൊള്ളത്തൊന്നൊക്കെ വായിക്കാം, അപ്പൊ നമ്മൾ വായിച്ചുകൂടാണ്. അപ്പോ ഇനി മനസ്സിലാക്കണം, ഈ ഒരു കാര്യം മറുപടി പറയാം. മുഅവ്വിദത്തൈന് ഖുർആനിലുള്ളതാണ് ഞങ്ങൾ പഠിച്ചത്. മുഅവ്വിദത്തൈന് ഖുർആനിലുള്ളതാണെന്ന് ബുഖാരിയിലെ ഹദീസിൽ ഞങ്ങൾ പഠിച്ചത്. അതുപോലെ തന്നെ വമാ ഖലഖ ദക്കറ വൽ ഉൻത എന്നാണ് ഓതേണ്ടതെന്ന് ബുഖാരിന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ തെളിയിച്ചു തരും കേട്ടോ. അപ്പൊ ആ ജഹാദി ഒന്നും വേണ്ട. പിന്നെ മുസ്ലിമിനെ പറ്റി പറഞ്ഞില്ല എന്ന്, ബുഖാരിയെ പറ്റി നേരത്തെ പറഞ്ഞുള്ളൂ, മുസ്ലിമിനെ പറ്റി പറഞ്ഞില്ല. ഞങ്ങൾക്ക് പുതിയതൊന്നും പറയാനില്ല.
നേരെ മറിച്ച് കേട്ടോ, ഇത് വായിക്കുമ്പോൾ ബേജാറുണ്ട്, അപ്പൊ വായിക്കണ്ടെന്നായത് കേട്ടോ. സഹീഹ് മുസ്ലിം പ്രസിദ്ധമായ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ 2ാം സ്ഥാനം സഹീഹ് മുസ്ലിമിനാകുന്നു. 3 ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 4000-ഓളം ഹദീസുകൾ അതിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ആവർത്തിക്കപ്പെട്ട ഹദീസുകൾ കൂടി എണ്ണുകയാണെങ്കിൽ 8000 വരും. സ്വഹീഹ് മാത്രം ഒരുമിച്ച് കൂട്ടിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് സ്വഹീഹുൽ ബുഖാരിയും രണ്ടാമത്തേത് സ്വഹീഹ് മുസ്ലിമുമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായത് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമാണെന്ന് അവ രണ്ടും രചിക്കപ്പെട്ടതിനു ശേഷം വന്നിട്ടുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും സമ്മതിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ സമ്മതിച്ചിട്ടുണ്ട്, എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് അതിന്റെ ഷറഹ് വായിക്കുമ്പോൾ ഒരാൾ അങ്ങനെ കർമാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന്റെ പിന്നാലെ വാല് തൂങ്ങിയിട്ട് പോകരുത് കേട്ടോ. അതിന് മറുപടി കേട്ടോ. എന്നാൽ ഇമാം അബുൽ ഹസനുൽ അലിയുബ്നു ഉമർ ദാറുഖുത്നിയും ഇമാം നസായി എന്നിവരെ പോലെയുള്ള ചില ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹൈനിയിലെ ചില റിപ്പോർട്ടറെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ട പോലെ കാണാത്തവരല്ല ഈ ഷെയ്ഖ് മൗലവിയൊക്കെ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മാത്രം ഇപ്പൊ കണ്ട് 2 ഫോട്ടോ കോപ്പി എടുത്ത് വന്നാണെന്നാ? അല്ല, ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, എന്താന്ന് ചോദിച്ചാല് ആ ആക്ഷേപങ്ങൾ ഒന്നും തന്നെ പ്രസ്തുത റിപ്പോർട്ടർമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്ത് അഥവാ സ്വീകാര്യതയെ ബാധിക്കുന്നതേ അല്ല. നിങ്ങൾ എന്ത് ചവറ് വാരിച്ചോണ്ട് വന്നാലും അതിന് മറുപടി ഉണ്ട് ഇസ്ലാമിക ലോകത്ത്. അപ്പോ ആ ചവറ് തന്നെ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഫത്തുൽ ബാരി നിങ്ങൾ അങ്ങനെ പറയാം. അങ്ങനെ ഇമാം ബുഖാരിയിലെ ഹദീസ് സ്വീകരിച്ചാൽ കാഫറാകും ഇമാം നബി പറഞ്ഞ ആളാ. ഇമാം നബി പറഞ്ഞു നിങ്ങൾ വായിച്ചത്. ബുഖാരിയിലെ ഹദീസ് സ്വീകരിച്ചാൽ കാഫറാകും നബവി പറഞ്ഞു എന്നാ നിങ്ങൾ വായിച്ചത്. ആ ഹദീസ് സ്വീകരിച്ചാൽ കാഫറാണ് എന്ന് നബവി പറഞ്ഞു എന്ന് പറയുമ്പോ അങ്ങനെ വാചകത്തിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാന് ഞങ്ങളും മിടുക്കന്മാരായിരിക്കും. അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കായിരിക്കും. അപ്പോ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്ത് സ്വീകാര്യത അത് ബാധിക്കില്ല. വിമർശനം പലരും പറഞ്ഞിട്ടുണ്ട്, ആളുകൾ അഭിപ്രായ വ്യത്യാസം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, എന്തുകൊണ്ടെന്നാൽ ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയുടെ മുഖവരയിലും ഷെയ്ഖ് അബു അംർ ഉസ്മാൻ ഇബ്നു സലാഹ് തന്റെ പല ഗ്രന്ഥങ്ങളിലും അവക്ക് ശരിയായ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടില്ല, അതാ വ്യത്യാസം. അതിന്റെ മറുപടി എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അത് കണ്ട് ഖത്താബി അങ്ങനെ പറഞ്ഞു, കർമാനി ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഏട്ടാ ഫത്ഹുൽ ബാരിയിൽ ഉണ്ട്, അതൊക്കെ മറുപടി ഉണ്ട് മൗലാന, കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ കേട്ടോ, മുഅവ്വദത്തൈനെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ബുഖാരി ഇമാമിന്റെ സ്വഹീഹ് പഠിച്ചത് മുഅവ്വദത്തൈന് ഖുർആനിലുള്ളതാണ്. അതുപോലെ തന്നെ ഒമാ ഖലഖതക്കറ വൽ ഉൻസാ എന്ന ഓതണ്ടെന്ന് ബുഖാരിയുടെ ഹദീസാ. അത് ഡോക്ടർ അബ്ദുൽ മജീദ് മുത്തഫഖുൻ അലഹിയായ ഹദീസ് പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങളുടെ പാപ്പരത്താണത്. മുത്തഫഖുൻ അലഹിയായ ഹദീസ് സ്വീകരിക്കാൻ കഴിയാത്തവനാ ചോദിക്കണം ബുഖാരി സ്വീകരിക്കും. മുത്തഫഖുൻ അലഹി ആദ്യം സ്വീകരിക്കുമല്ലെന്ന് ചർച്ച ചെയ്യും, എന്നിട്ട് ബുഖാരി സ്വീകരിക്കാൻ നോക്കാം, മുസ്ലിം സ്വീകരിക്കാൻ നോക്കാം. ആദ്യം മുത്തഫഖുൻ അലഹി പോലും സമ്മതിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ വലിയ ഹദീസ് ചെയ്തി ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാം ഞങ്ങൾ ഹദീസ് ചെയ്തികളല്ല, അത് വെറുതെ ആരോപണം പറഞ്ഞു. ബുഖാരിയിൽ ബുഖാരി മാത്രമല്ല, മുത്തഫഖുൻ അലഹി പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരാട് അവരാ ചോദിക്കണം ബുഖാരി സ്വീകരിക്കും. ആദ്യം മുത്തഫഖുൻ അലഹി സ്വീകരിക്കൂല്ലേ? സ്വീകരിക്കുമെന്ന് പറഞ്ഞ പിന്നെ അടുത്ത ബുഖാരി നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് വാദമായി എഴുതി വാദപ്രയോഗത്തിന് തീയതി നിശ്ചയിക്കുക തന്നെ വേണം. അല്ല വെറുതെ അങ്ങോട്ട് പിരിഞ്ഞു പോകരുത്. ഇന്ന് നമ്മൾ വാദപ്രയോഗത്തിന് തീയതി നിശ്ചയിച്ച് നമ്മൾ വാദങ്ങൾ എഴുതിയിട്ട് വേണം ഇൻഷാ അല്ലാ പിരിഞ്ഞു പോകാൻ. നല്ലൊരു സംവാദവും നടക്കുകയും വേണം. അപ്പൊ കൊണ്ടുവരണം ഈ പോയിന്റൊക്കെ ഇൻഷാ അല്ലാ. അപ്പൊ അവിടെ നിന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരും. അപ്പോ ഇത് കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിലക്കെടുക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ ചില തൗബ വേണ്ടി വരും. അത് ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നസഫ് മൗലവി മുഅവ്വദത്തൈനുമായി ബന്ധപ്പെട്ട ഈ മിറാജുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ വിഷയത്തിൽ ഒരു കഫറ എന്ന പ്രയോഗം അദ്ദേഹത്തിന്റെ സ്വന്തം വക ഉദ്ധരിച്ചതല്ല, ഏതെങ്കിലും വാറോലയിൽ നിന്ന് ഉദ്ധരിച്ചതുമല്ല. ഫത്ഹുൽ ബാരി ഇമാം നബവി ശർഹ് മുഹദബിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഫത്ഹുൽ ബാരി എടുത്ത് ഉദ്ധരിച്ചതാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. അതിന് ഏതെങ്കിലും വാറോല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഷിർക്കായ കാര്യം ഷിർക്കല്ല എന്ന് കുറെ കാലം പറഞ്ഞു നടന്ന് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് മാപ്പ് പറയുന്ന അവസ്ഥ ഈ രംഗത്തും വരരുത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി അഭ്യർത്ഥിക്കേണ്ടത്. മറ്റൊന്ന്, ഞങ്ങൾക്ക് നേരത്തെ ഹദീസ് നിഷേധമാണ് ആരംഭിച്ചിരുന്നത്. പിന്നെ അത് ബുഖാരി നിഷേധമായി മാറി. ഇപ്പോ മുത്തഫഖുൻ അലൈഹിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഈ ഭാവമാറ്റങ്ങളുടെ കാരണം മനസ്സിലായിട്ടില്ല.
ഞങ്ങളുടെ നിലപാട് നേരത്തെ ഒന്നാമത്തെ സംസാരത്തിന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹദീസും നമ്മൾ തള്ളിക്കളയുന്നതല്ല. അതിൽ പിന്നെ വേറെ ഇത് വേറെ അത് വേറെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നിദാന ശാസ്ത്രത്തിന്റെ നിയമം അനുസരിച്ച് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹദീസും തള്ളിക്കളയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. എന്നാൽ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ചില ഹദീസുകളെ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ നിരൂപണ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ ഞങ്ങളെ ഭാഗത്ത് ആരെങ്കിലും എടുത്തുദ്ധരിച്ചാൽ അതുമാത്രം എങ്ങനെയാണ് ഹദീസ് നിഷേധമാവുക എന്നാണ് നമ്മൾ ചോദിച്ചത്. ബുഖാരിയിലും ഇമാം മുസ്ലിമിനും വന്നിരിക്കുന്ന സനദുള്ള എല്ലാ ഹദീസുകളും സ്വഹീഹാണ്, ലക്ഷ്യത്തിന് പറ്റുന്നതാണ് എന്ന് വാദിക്കുന്ന നിങ്ങൾ മുഅവ്വദത്തൈനിയുടെ വമാ ഖലഖ ദക്കറ എന്ന് പറയുന്ന ഭാഗത്ത്, അതുപോലെ മിഅ്റാജിന്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ ആ ഹദീസിനെ കുറിച്ച് എന്താണ് നിലപാട് എന്ന് ചോദിച്ചതിനുള്ള മറുപടി മുഅവ്വദത്തൈനി ഖുർആനിൽ പെട്ടതാണ് എന്ന് ഞങ്ങൾ ബുഖാരിയിൽ നിന്നാണ് മനസ്സിലാക്കിയത് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം ബുഖാരിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കാനായിരിക്കോ? അല്ലെങ്കിൽ ഇതിന് മറുപടി പറയണം. മുഅവ്വദത്തൈനി ഖുർആനിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ബോധ്യപ്പെടുന്നത്? അതുപോലെ വമാ ഖലഖ ദക്കറ എന്ന് പറയുന്ന ഭാഗം അത് ഖുർആനിൽ പെട്ടതല്ല എന്ന ഭാഗം നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ സമർത്ഥിക്കുന്നത്? എങ്ങനെയാണ് സത്യമാണ് എന്ന് നിങ്ങൾ പിന്നെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? അതുപോലെ മിറാജും ഇസ്രാഉം ഒക്കെ ഉണ്ടായത് അത് നുബുവത്തിന് മുമ്പാണ് എന്ന് പറയുന്ന ഭാഗത്തെ നിങ്ങൾ എങ്ങനെയാണ് മുഖവിലക്കെടുക്കുന്നത്? ബുഖാരിയിലും മുസ്ലിം വന്നിരിക്കുന്ന എല്ലാം സനദുള്ള എല്ലാം സ്വഹീഹാണ് എന്നാണ് വാദമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഞങ്ങൾ 3 കാര്യങ്ങൾ ഉദ്ധരിച്ചുള്ളൂ. ആ 3 വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ മറുപടി ലഭിച്ചിരിക്കണം. മാത്രമല്ല ഞങ്ങളുടെ നിലപാട് ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ സ്വഹീഹായിരിക്കുന്ന എല്ലാ ഹദീസുകളും സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ ഏതെങ്കിലും ഹദീസുകളെ നിരൂപണ വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്തു ഉദ്ധരിക്കുന്നതോടുകൂടി ഞങ്ങൾ മാത്രം ഹദീസ് നിഷേധികളായി മാറുന്നത് എങ്ങനെയാണ് എന്നതിന് ഉത്തരമുണ്ടാവണം. ഇതിനൊക്കെ കൃത്യമായും കണിശമായും ഇവിടെ വെച്ച് ഉത്തരം പറയുവാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പറയുന്ന വ്യവസ്ഥ നമുക്കിപ്പോ തന്നെ എഴുതാം. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി തരാം, നിങ്ങളുടെ വാദം നിങ്ങളും എഴുതിക്കോളൂ. ഒരു ഡേറ്റ് നിശ്ചയിക്കാൻ നമുക്ക് സംവാദത്തിലേക്ക് നേരിട്ട് കടക്കാം. ആ ഡേറ്റ് വെച്ചിട്ട് ആ നിലക്ക് മുന്നോട്ട് പോകാം. രണ്ടാലൊരു നിലപാടിൽ 2 തോളിലും കൂടി കാലിട്ടിട്ട് കളിക്കരുത്. നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇത് സംവാദത്തിന് വേണ്ടിയല്ല വ്യവസ്ഥക്ക് വേണ്ടിയാണ് ഇരുന്നത്, അതുകൊണ്ട് വ്യവസ്ഥ എഴുതാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിഷയത്തിലേക്ക് വരാ ചെയ്യുന്നത്. ഒന്നുകിൽ ആദ്യം പറഞ്ഞിടത്ത് ഉറച്ചു വെക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തിലേക്ക് തിരിച്ചു വരാം. അതിനാൽ ഞാൻ ആവശ്യപ്പെടുന്നു, നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വ്യവസ്ഥയുടെ വാദങ്ങളും വിഷയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ രേഖപ്പെടുത്തി അതിലുള്ള ഡേറ്റും സമയവും കണ്ട് ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ ഞങ്ങൾ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളോട് കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറാവണം. തൗബ ചെയ്യണത് എന്തായാലും ജിന്നൊക്കെ അതൊരു സഹിക്കാൻ കഴിയാത്ത സംഗതിയാണ്. ജിന്നിനോട് സഹായം തേടാം, കൊടുത്ത കഴിവെന്ന് ചോദിക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് സൃഷ്ടികളുടെ കഴിവല്ലെന്നൊക്കെ പറയണ അലിമദനി അടുത്തുണ്ടാവുമ്പോ തൗബ ഭയങ്കര അസ്വസ്ഥത സൃഷ്ടിക്കും അബ്ദുൽ ലത്തീഫിന്. തൗബ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 ഒക്ടോബർ 5 ഇറങ്ങണ ഷബാബ് പേജ് ഉയർത്തി ഇതാ മാലോകരൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് സെപ്റ്റംബർ 30 പച്ചക്കള്ളം പറയുന്ന ആൾക്ക് തൗബയെ പറ്റി ചിലപ്പോ വലിയൊരു അഭിപ്രായം നല്ലേ തോന്നിക്കൊള്ളുന്നില്ല. ഞങ്ങൾ ഏതായാലും തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ ഇപ്പൊ എന്താണെന്നറിയോ, എല്ലാം കൂടി പറഞ്ഞു വന്നാൽ ഞങ്ങൾ ആകെ ചെയ്തത് പണ്ട് ചില പണ്ഡിതന്മാര് ചില ഹദീസുകളൊക്കെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്, അത് ഞങ്ങളിങ്ങനെ എവിടെയോ ഒന്ന് എടുത്തുദ്ധരിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ, അതിനിങ്ങനെയൊക്കെ പറയണ്ടെന്നോ? അല്ല, നിങ്ങളത് നിഷേധിക്കുന്നതാണ്. ഓലെടുത്ത് ഉദ്ധരിച്ചെന്ന് ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ പറഞ്ഞെന്ന് പറയല്ല, നിങ്ങളെ വിശ്വാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ ഓല് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണോ നിങ്ങളെ നിലപാട്? അല്ല, നിങ്ങൾ തള്ളു തന്നെയാണ്. അതിനാണല്ലോ ഏതുവരെ ലബീദ് ബിൻ ആസം എന്ന് പറഞ്ഞ ഒരാളോ അങ്ങനെ ആളിനെ ജീവിച്ചിട്ടില്ല. ബനൂസുറേക്ക് എന്ന് പറഞ്ഞ ഒരു ഗോത്രോ അങ്ങനെ ഒരു ഗോത്രം തന്നെ ഇല്ല. ബീർ ദർവാൻ എന്ന് പറഞ്ഞ ഒരു കിണറോ അങ്ങനെ ഒരു കിണർ തന്നെ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്ന അതുകൊണ്ടാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഹദീസ് പറഞ്ഞാലും ഞങ്ങളുടെ നിലപാട് അതിന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളിത് ബുഖാരിയുടെ വിഷയവും മുസ്ലിമിന്റെ വിഷയമൊക്കെ എടുത്തു പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ ബാധ്യത ഇസ്ലാമിക പ്രമാണമായി പണ്ഡിതന്മാർ ഹദീസുകളിൽ പ്രഥമസ്ഥാനം നൽകിയത് മുത്തഫഖുൻ അലൈഹിയായ അഥവാ ബുഖാരി മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്. തുടർന്ന് ഇമാം ബുഖാരിയും പിന്നീട് ഇമാം മുസ്ലിമും വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്
മുസന്നദായി സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ സ്വഹീഹാണ്. എന്നാൽ ഇത്തരം ഹദീസുകളിൽ ചിലത് സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന നിങ്ങളുടെ വാദം പ്രമാണവിരുദ്ധവും ഹദീസ് നിഷേധവുമാണ് എന്നതാണ് ഞങ്ങളുടെ വാദം. ഇതുപോലെ എന്താ നിങ്ങളെ വാദം എന്നുള്ള നിങ്ങൾ പറയും. ഇതാണ് നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി. ഇതാണ് നിങ്ങൾ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇമാം നവവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച ഉദ്ധരിച്ച് ബർക്കത്തിന് വേണ്ടി വായിച്ചൊന്നല്ലോ, നിങ്ങളെ വിശ്വാസമായിട്ട് വായിച്ചല്ലേ. അപ്പൊ ഇമാം ബുഖാരി ഉദ്ധരിച്ച, ഇമാം മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ ചിലത് വിശ്വസിച്ചാൽ കാഫിറായി പോകും എന്നാണ് നിങ്ങളുടെ വാദം. അതാ നിങ്ങളുടെ അഖീദ, അതാ നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം അത് പ്രമാണവിരുദ്ധമാണ്, അത് ഹദീസ് നിഷേധമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇവിടെ മുത്തഫഖുൻ അലൈഹിയും വന്നു, ബുഖാരിയും വന്നു, മുസ്ലിമും വന്നു. ഇനി നിങ്ങളെ വാദം എന്താ? ഇതുപോലെ മുത്തഫഖുൻ അലൈഹിയെ പറ്റി നിങ്ങളുടെ നിലപാടെന്താ? ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളെ പറ്റി നിങ്ങളുടെ നിലപാടെന്താ? അതിലുള്ള ഹദീസുകൾ വിശ്വസിച്ചാൽ കാഫിറായി പോകും എന്നുള്ള വിശ്വാസം നിങ്ങൾ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല. ഇനി കാഫിറാകും എന്നാലും സ്വീകരിക്കാന്നാണോ? ഇനി അങ്ങനെ വല്ല വിശ്വാസം ഉണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി, അതേപോലെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഇതില് സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ സഹീഹാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളായിട്ടുള്ള തർക്കം എന്താ? നിങ്ങൾ പറയുന്നത് ഈ ഹദീസ് സ്വീകരിച്ചാൽ കാഫിറായി പോകും, എല്ലാ ഹദീസും അല്ല, ചില ഹദീസുകൾ സ്വീകരിച്ചാൽ കാഫിറായി പോകാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം. ഞങ്ങൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വന്നവരാ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാദം ആദ്യം മുതലേ പറഞ്ഞത്. ഞങ്ങളുടെ വാദം ഇതാണ്. ഇനി നിങ്ങൾക്ക് എന്താ വാദം? ആ വാദമാണ് നിങ്ങളിവിടെ പറയേണ്ടത്. എങ്ങനെയാ ഞങ്ങൾ മുഅദ്ദലത്തെ വ്യാഖ്യാനിക്കുന്നത്, എങ്ങനെയാ വമാഖലഖത ഒക്കെ പഠിപ്പിച്ചു തരാം. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ ലബീദ് ബിൻ ആസമി ജനിച്ചിട്ടില്ല എന്ന് പ്രസംഗിച്ച് നിങ്ങൾക്ക് എന്ത് മുഅവ്വദത്തേന് വന്ന്, നിങ്ങൾക്ക് എന്ത് വമാഖലഖത വന്നിന്? ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം ലബീദ് ബിൻ ആസം ഉണ്ടോ, ബനൂ സുറൈഖ് ഗോത്രം ഉണ്ടോ, അവിടെ ബീർ ദർവാൻ എന്ന കിണറുണ്ടോ? ഇത് ലോകത്ത് ചരിത്ര ഗ്രന്ഥത്തിലുള്ള സംഗതിയാ. അതുവരെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അൻ ഹിഷാമിൻ അൻ അബീഹി അൻ ആയിഷ, അത് ഏതാ സനത്, അതൊക്കെ പഠിപ്പിച്ചു. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. അത് ചോദിച്ച് അതിനുത്തരം പറയാനാണ് സംവാദം. ആ സംവാദത്തിനുള്ള ഞങ്ങളുടെ വാദാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ വാദം, അതായത് ബുഖാരി മുത്തഫഖുൻ അലൈഹിക്കാണ് ഹദീസുകളിലെ പ്രഥമസ്ഥാനം, പിന്നെ ബുഖാരിക്കാണ്, പിന്നെ മുസ്ലിമിനാണ്. ഇവര് മുസന്നദായി ഉദ്ധരിച്ച ഹദീസുകൾ സഹീഹാണ്. എന്നാൽ ഇത്തരം ഹദീസുകളിൽ ചിലത് സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന നിങ്ങളുടെ വാദം പ്രമാണവിരുദ്ധവും ഹദീസ് നിഷേധവുമാണ് എന്നാണ് ഞങ്ങളുടെ വാദമായിട്ട് ഞങ്ങൾ എഴുതുന്നത്. ഇവിടെ ചോദിച്ചതിന് മറുപടി പറയില്ല, വേറെ എന്തൊക്കെ കാടു കയറി പറയാ. ആദ്യം അലിമദനിയെ പറ്റി പറഞ്ഞോട്ടെ. എന്റെ അനീഫ മൗലവി, നിങ്ങൾ കാളെ പെറ്റു എന്ന് കേട്ടപ്പോക്ക് ചാടി കയറെടുക്കരുത്. കാളെ പെറുവോന്ന് ആദ്യം നോക്കണം. ലബീദ് ബിൻ ആസം എന്ന് പറഞ്ഞ ആള് ചരിത്രത്തിൽ ഇല്ല എന്ന് എവിടെ അലിമദനി പറഞ്ഞാൽ തെളിയിച്ചു തരാൻ കഴിയും നിങ്ങൾക്ക്? വെറുതെ പറ. അദ്ദേഹം പറഞ്ഞത് ബനൂ സുറൈഖ് എന്ന് പറഞ്ഞ അൻസാരികളുടെ കൂട്ടത്തിൽ എങ്ങനെ യഹൂദി വന്നു, അത് നിങ്ങൾക്ക് കാലം വരെ അങ്ങോട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിയിക്കണേ, അതല്ലേ ചിറിയല്ലോ. തെളിയിക്കാന്ന് പറഞ്ഞ കിതാബോധി തെളിയിക്കല, ചിരിയല്ല ഇതിന് മറുപടി. അതാ ഞാൻ പറഞ്ഞ അൻസ് മൗലവി എനിക്ക് നല്ല ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എല്ലാത്തിനും ചിരിച്ചു കൊടുക്കുക മറുപടി ഇല്ലാതെ ആവുമ്പം. ഇവിടെ ചോദിച്ചില്ലേ, നിങ്ങളിപ്പ പറഞ്ഞു, നിങ്ങൾ ഈ വൈരുദ്ധ്യ തിരിച്ചറിയാണ്ട് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കുക പറയും. ചിലപ്പം പറയും സനദുള്ള ഹദീസ്. സനദുള്ള ഹദീസിൽ പെടൂലേ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്? പിന്നെ എന്തിനാ ഈ മുത്തഫഖുൻ അലൈഹിമെ തൂങ്ങണെന്തിനാ? ജനങ്ങളുടെ ഈ തട്ടിപ്പിന് രക്ഷപ്പെടാനല്ലേ? പിടിച്ചു കെട്ടു നിങ്ങളെ ഞങ്ങള്. വിഷയത്തിലേക്ക് കൊണ്ടുവരും. ഇതാ ഞാൻ വായിച്ചെന്ന ഇസ്രാ മെഹറാജ്, അനസ് മൗലവിന്റെ അടുത്ത് ലാപ്ടോപ്പ് ഉള്ളത് ഞാൻ ഫോട്ടോകോപ്പി എടുത്ത്, ഫോട്ടോകോപ്പി വായിച്ചാൽ അത് മോശം, ലാപ്ടോപ്പ് ഒക്കെ ഒരു കുഴപ്പമില്ല. എവിടെന്ന് വന്ന് ഖബല അൻ യൂഹ ഇലൈഹി. കണ്ടോ, സനദാണ് ഈ കാണ്ട്. മുത്തസിലായ സനദാണ് ഈ സനദ്. നീ സനദ് നിങ്ങൾ അംഗീകരിക്കൊപ്പം നിങ്ങൾ പറഞ്ഞത് ശരി. നിങ്ങൾ എന്തെന്നാ പറയും? നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കും, ഇവരോട് പറഞ്ഞു കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുന്റെ റസൂൽ ചിരിച്ചലല്ല ഹനീഫ സാഹിബെ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കി. അള്ളാഹുന്റെ റസൂല് മെഹറാജിലേക്ക് പോയത് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് അത് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അത് പറയാൻ ധൈര്യം ഉണ്ടോ? ഇന്ന് മുതൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടാവില്ല. അവങ്ങും അത് അവങ്ങും. എന്നിട്ടോ സനദുള്ളൊക്കെ ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ എന്നാ പറയും, ജനങ്ങളോട് ഇവിടെ പറയും. ഇപ്പൊ പറഞ്ഞു കൊടുക്കും ഈ ആൾക്കാരോടെങ്കിലും അവര് പഠിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇപ്പോ എന്റെ ബഹുമാനായ അനസ് മൗലവി എന്റെ സുഹൃത്തെ, എനിക്ക് ദുഃഖമുണ്ട്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ലോകത്ത് ബുഖാരിക്ക് ഏറ്റവും അറിയപ്പെട്ട ഷറഹ് ചപ്പ് ചവറ് എന്ന് പറഞ്ഞത്, അത് മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ താങ്കൾ താറടിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. ഫത്ഹുൽ ബാരിയെ പോലും ചിരിച്ച അനീഫ മൗലവി അതിന്റെ ആള് ഞങ്ങൾ കൂട്ടേണ്ടി വരും. മുമ്പ് നിങ്ങൾ എഴുതിയല്ലോ വ്യതിയാനത്തെ പറ്റി പറഞ്ഞായിരിക്കും. നോക്ക് നിങ്ങൾ, ഈ ഹദീസിനെ പറ്റി
ഖബല അൻ യൂഹാ ഇലൈഹി അൻകറഹൽ ഖത്താബി. ഖത്താബിനെ തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇമാം ഖത്താബിയെ ഫത്ഹുൽ ബാരിക്ക് ഇമാം ഇബ്നു ഹജർ ഷറഹ് എഴുതിയ പോലെ അതുപോലെ ഒരു ഷറഹ് എഴുതിയ മഹാനാണ് ഖത്താബി. എന്ന് വെച്ചാ ബുഖാരി കലക്കി കുടിച്ച മഹാനാ. എന്നിട്ട് ഏതോ ഖത്താബി, എന്റെ അനസ് മൗലവി, ഏതോ ഹനീഫ മൗലവി എന്ന് പറഞ്ഞാൽ അത് സ്യൂട്ടബിൾ ആയിരുന്നു. ഇമാം ഖത്താബിനെ പറ്റി അറിയില്ല, അദ്ദേഹം ആദ്യമായിട്ട് കേൾക്കുക. അൻകറഹൽ ഖത്താബി, ഇമാം ഖത്താബി ഹദീസിനെ നിഷേധിച്ചു എന്നാ. ഇദ്ദേഹം മടവൂരിയ, ഇമാം ഖത്താബി മടവൂരിയ. അൻകറഹൽ ഖത്താബി ഇബ്നു ഹസം, ഇമാം ഇബ്നു ഹസം, വഅബ്ദുൽ ഹഖ്, ഇമാം അബ്ദുൽ ഹഖ്, വൽ ഖാളി ഇയാൽ, വന്നവവി, ഇമാം നവവി. ഈ 5-6 പണ്ഡിതന്മാര് ഇവരൊന്നും ഹദീസ് തിരിയാത്ത ആൾക്കാരാ? ബുഖാരിന്റെ മഹത്വം തിരിയാത്ത ആൾക്കാരാ ആണോ? ഇവരൊക്കെ മടവൂരികളാ? ഇവർ ചേകന്നൂരികളാ? സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചിന് നീതി വേണ്ടേ? കണ്ടോ, ഇബാറത്തുൻ നവവി, നവവി ഇമാമിന്റെ ഇബാറത്ത് വഖാഫി റിവായത്തി ശരീക് യാനി ഹാദിഹി ഔഹാമുൻ അൻകറഹൽ ഉലമാ. ലോക പണ്ഡിതന്മാര് ഇതിനെ നിഷേധിച്ച വഹമുണ്ട് ഈ ഹദീസിൽ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇത് അംഗീകരിക്കുവോ? നിങ്ങൾ ഇത് അംഗീകരിക്കുവോ? ചിരിക്കണ അംഗീകരിച്ചില്ലല്ലോ. എന്നാ അംഗീകരിക്കുന്നു പറയും. നോക്കൂ നിങ്ങള്. ഖബല അൻ യൂഹാ ഇലൈഹി, റസൂലുള്ളാഹിക്ക് വഹ്യ് കിട്ടുന്നതിന് മുമ്പുള്ള വഹുവ ഗലത്തുൻ ലം യുവാഫിഖ്, അത് അബദ്ധാണ്, തെറ്റാണെന്നാ പറഞ്ഞത്. ഇത് കിതാബിലുള്ള വായിച്ചു വരുമ്പോൾ ചിരിച്ചു കഴിച്ചില്ലാകുക. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ പണ്ഡിതന്മാരെ കണ്ടില്ലേ? പണ്ഡിതന്മാരെ കോലാണ് ഈ പറഞ്ഞത്. ഉലമാക്കന്മാർ, ലോകത്തുള്ള പണ്ഡിതന്മാർ ഇജ്മാഅാണ്. അന്ന ഫർള സ്വലാത്ത്, നിസ്കാരം ഫർളാക്കിയ ഇസ്രാഇന്റെ അന്നാണ്. ഫകൈഫ യകൂനു ഖബ്ലൽ വഹി, അതെങ്ങനെ നുബുവത്തിന്റെ മുമ്പാകുക? ഉത്തരം പറഞ്ഞിരിങ്ങട്ട്, സമൂഹത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കി. നിസ്കാരം ഫർളാക്കിയത് നുബുവത്ത് കിട്ടിയതിന് ശേഷം. നിങ്ങൾ പറഞ്ഞത് ഈ ഹദീസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞെന്താ? നുബുവത്തിന്റെ മുമ്പേന്നു. എന്താ നിങ്ങൾ വിശ്വസിക്കണത്? നിസ്കാരം ഫർളാക്കിയ മുഹമ്മദ് നബി അക്ബറിന്റെ ഭാഷയിൽ ഒരു അറബി പയ്യൻ കൊണ്ടുവന്ന കാര്യം നിസ്കാരം എന്ന് പറഞ്ഞത് ആണോ നിങ്ങൾ വിശ്വസിക്കേണ്ട? അങ്ങനെ ഇല്ലല്ലോ. ബാക്കി കാര്യതായി ഇബ്നു ഖയ്യിം ഒക്കെ നിശ്ചയിച്ച് ഞാൻ ബാക്കി വായിക്കണില്ല. ഇത്തരമുള്ള കാര്യങ്ങൾ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇല്ല, ഞങ്ങളെ വിശ്വാസം ആരംഭപ്പൂ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി ആയതിന്റെ ശേഷമാണ് അല്ലാഹു തആല സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി എന്ന് പറഞ്ഞ സഞ്ചാരം നബി ആയതിനു ശേഷം. അത് ഇവിടെയും പറയുന്നുണ്ട്. ഇബ്നു ഖയ്യിം പറഞ്ഞ കാര്യം നോക്കി. ഇത് ആദ്യ ഭാഗം അവസാന ഭാഗത്തിന് വിരുദ്ധ ഈ ഹദീസ് എന്നാ. കാരണം എന്താ? അവിടെ ആകാശത്തെത്തിയപ്പോ അബുവാബുസ്സമാവിന്റെ ആകാശത്തിന്റെ വാതിലിന്റെ കാവൽക്കാര് ചോദിച്ചു, ഇദ്ദേഹത്തിന് നബിയാക്കി അയച്ച ആളാണോ എന്ന് ജിബ്രീലിനോട് ചോദിച്ചു. അപ്പൊ നഅം ഖാല നഅം, അതെ നബിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഹദീസിന്റെ ആദ്യ ഭാഗം അവസാനത്തെ ഭാഗത്തിന് വിരുദ്ധാണ്. ഇതൊന്നല്ല ഇവിടെ ചർച്ച. ഇവിടെ ഇങ്ങളീ കൊണ്ടുവന്ന ഫോട്ടോസ്റ്റാറ്റ്, ഞാൻ കുറെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ വായിച്ചു തീർക്കാൻ നേർച്ചയാക്കി വന്നാണെങ്കിൽ നിങ്ങൾ വായിച്ചോ. ഇവിടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ ഏതാണ് സാഹിബേ വന്നത്? ഈ തെളിവൊക്കെ ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്. നിങ്ങളെ വാദം ഇമാം ബുഖാരി ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ തള്ളാൻ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ സ്വീകരിക്കുന്നവർ കാഫിറാണെന്ന് വാദിക്കാൻ നിങ്ങൾക്കുള്ള തെളിവെന്ത് എന്ന് ഞങ്ങൾ അവിടെ ചോദിക്കും. അപ്പൊ ഇത് വായിച്ചു. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താ പൊട്ടത്തരം പറ്റിയത്? കിണറോ ലബീദ് ഇബ്നു അഅ്സമോ ഗോത്രത്തിലെ ലബീദ് ഇബ്നു അഅ്സമോ ഒക്കെ അവിടുന്ന് പറഞ്ഞു തരും. ഇവിടെ ഇതൊന്നും വായിക്കാനല്ല. എന്തിനാ നിങ്ങൾ വന്നെന്ന് മറന്നുവല്ല നിങ്ങളോട്? നിങ്ങളെ വാദം പറഞ്ഞു. ഞങ്ങളെ വാദം പറഞ്ഞു ധൈര്യസമേതം. ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വരുന്നവൻ സാമാന്യമായി പാലിക്കേണ്ട അവന്റെ വാദം എന്താണെന്നറിയാം. ഞങ്ങളെ വാദം ഇതാ, ഞങ്ങൾ എഴുതി, ഞങ്ങൾ വായിച്ചെന്നല്ലോ. ഇസ്ലാമിക പ്രമാണമായി പണ്ഡിതന്മാർ പരിഗണിച്ച ഹദീസുകളിൽ പ്രഥമസ്ഥാനം മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്. തുടർന്ന് ഇമാം ബുഖാരിയും പിന്നീട് ഇമാം മുസ്ലിമും വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് പ്രാധാന്യം. ഈ പണ്ഡിതന്മാർ മുസന്നദായി സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ സ്വഹീഹാണ്. എന്നാൽ ഇത്തരം ഹദീസുകൾ ചിലത് സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന നിങ്ങളുടെ വാദം പ്രമാണ വിരുദ്ധവും ഹദീസ് നിഷേധവുമാണ്. ഇത് ഞങ്ങളുടെ വാദം. നിങ്ങൾക്ക് വല്ല വാദം ഉണ്ടോ? ഉള്ളതാകെ ഒരു വാദം പിടിച്ച വാദം എന്തോ ഉണ്ട് എന്നല്ലാതെ. അതുകൊണ്ടല്ല അത് എഴുതാൻ ധൈര്യമില്ലാത്തത്. തെളിവുകൾ വായിച്ചോ, അത് നമുക്ക് അപ്പൊ പറഞ്ഞുതരാം. എന്താ ഇത്? ഈ ഹദീസിനെ വിമർശിച്ച കുറെ പണ്ഡിതന്മാരില്ലേ, അവരെ പറ്റിയൊക്കെ എന്താ ആ അഭിപ്രായമൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ചോദിക്കാൻ സമയമുണ്ട്. അത് ആദ്യം എഴുതണം. അതിന് സമാധാനം തരണം. ആദ്യം തീരുമാനിച്ചോ. എത്ര മിനിറ്റ് വിഷയാവതരണം, എത്ര മിനിറ്റ് ചോദ്യം, എത്ര മിനിറ്റ് ഉത്തരം. നിങ്ങൾക്ക് സമാധാനം. ഇതൊക്കെ വായിക്കാനുള്ള സമയം എനിക്ക് തരാം. ഇനി തീർന്നില്ലേ? അതൊക്കെ കഴിഞ്ഞ് വേറെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഫുള്ളിരുന്ന് വായിച്ചോ. ഇവിടെ അതിനുള്ള സമയമല്ല. എന്തിനാണ് വന്നത് എന്നാലോചിക്കും. എന്തിനാണ് വന്നത്? കല്യാണം നിശ്ചയിച്ചെന്ന് വന്ന ആ സമയത്ത് തന്നെ എന്നാ പിന്നെ പെണ്ണിനെയും കൂട്ടി ഞാൻ പോകാന്ന് പറയണേ ശരിയല്ലല്ലോ നസാഫെ.
അതിന് നിക്കാഹൊക്കെ കഴിയണ്ടേ? ഇത് നിശ്ചയത്തിന് വന്നിട്ട് അന്ന് എന്റെ പെണ്ണിന് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാലോ അത് തരൂല. അതിന്റെ സമയം അപ്പൊ തരും. ഇപ്പൊ നിങ്ങൾ വന്നത് എന്തിനാ? വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ. അതിൽ ഒന്നാമത് ചെയ്യേണ്ട എന്താ? 2 വിഭാഗവും പേരെഴുതി ഒപ്പിട്ടു. ഇനി ചെയ്യേണ്ട എന്താ? ഓരോരുത്തരും അവരവരുടെ വാദം പറയാം. ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഏത് വാദത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങളുടെ വാദത്തിന് തെളിവോ കോട്ടക്കണക്കിന് ഞങ്ങൾ പറയേണ്ടടുത്ത് പറയും. നിങ്ങളെ വാദത്തിന് തെളിവ് നിങ്ങൾ എടുത്തുണ്ടോ? ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. അതാണല്ലോ ഫോട്ടോസ്റ്റാറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്നത്. അത് നിങ്ങൾ അവിടുന്ന് വായിക്കും. അപ്പൊ അതിന്റെ മറുപടി അവിടുന്ന് തരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങളുടെ വാദം ഈ വിഷയത്തിൽ എന്താണ്? നിങ്ങളുടെ വാദം ഈ ഇമാം മുത്തഫഖുൻ അലൈഹിയായ, അതേപോലെ ഇമാം ബുഖാരി ഉദ്ധരിച്ച, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകൾ അത് സ്വീകരിച്ചാൽ, അതിൽ ചില ഹദീസുകൾ സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന വാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ അത് വെറുതെ ഞാൻ എന്റെ കയ്യിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇട്ടിപ്പോ അതായിട്ട് വായിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ആ വാദമൊന്നുമില്ല എന്നാണോ? ആണെങ്കിൽ അത് പറയാം. കാഫിറായി പോകുന്നുള്ള വാദം ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് അത് ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്, ഈമാനിന് പോറൽ സംഭവിക്കും. റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിന് പോറൽ സംഭവിക്കും. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിന് പോറൽ സംഭവിക്കും. ഇതാണോ നിങ്ങളുടെ വാദം? അത് എഴുതിക്കോളൂ. നിങ്ങളെ വാദം എഴുത്. അതല്ലാതെ മൈക്കെടുത്ത് കിട്ടിയ ഫോട്ടോസ്റ്റാറ്റുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് വ്യവസ്ഥിതരാണ്. വാദപ്രതിവാദത്തിനുള്ള തെളിവുകൾ ആ സംവാദ സമയത്ത് ഹാജരാക്കുക. അപ്പോൾ അതിനുള്ള മറുപടി ഞങ്ങൾ നൽകും. ഇപ്പം വന്നത് വാദം എഴുതാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാദം എന്ത് ഈ വിഷയത്തിൽ? ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. നിങ്ങൾ പറഞ്ഞതുപോലെ മുത്തഫഖുൻ അലൈഹി വന്നു, ബുഖാരിയും വന്നു, മുസ്ലിമും വന്നു. അത് മുസന്നദായി ഉദ്ധരിച്ച ഹദീസുകൾ സഹീഹാണ് എന്ന് വന്നു. അത് ഞങ്ങളുടെ വാദം. നിങ്ങളുടെ വാദോ ഇതിൽ ചില ഹദീസുകൾ സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച മാതിരി ചോദിക്കുമ്പോ പല ചോദ്യവും ബാക്കിയുണ്ട്. ഇത് സഹിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എണ്ണി പറഞ്ഞതിനേക്കാൾ അധികമുള്ള പണ്ഡിതന്മാരുണ്ട്. ഓലൊക്കെ കാഫിറാണെന്നാണോ നിങ്ങളെ വാദം എന്നൊക്കെ ഞാൻ നേരത്തെ അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ചോദിക്കാണ്ട് എന്നപ്പോ അവ പിടിച്ചു തൂങ്ങി ലത്തീഫ്. എന്താ പറഞ്ഞത്? നിങ്ങളും ചോദിക്കല്ലേ? ഞങ്ങൾ ചോദിച്ചതല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇത് ചോദിക്കാനുള്ള സമയമല്ല. ഇത് വാദം എഴുതി അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള വാദം? ആ വാദം നിങ്ങൾ എഴുതുക. എന്നിട്ട് നമുക്ക് സംവാദം നടത്താം. ഇവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പോഴാണ് ഹനീഫ് മൗലവിക്ക് മനസ്സിലായത്. വന്ന കാര്യം ഇപ്പൊ മനസ്സിലായി. വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണല്ലോ. വ്യവസ്ഥ എഴുതിയിട്ട് ഡേറ്റും നിശ്ചയിച്ച് പോകാനാണ് വന്നതെങ്കിൽ അതാണ് വേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു. അതല്ല, നിങ്ങൾക്ക് അതിന്റെ പുറമെ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ നിങ്ങൾ ആദ്യം സംസാരിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ പ്രതികരിച്ചു. അത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കോടമ്പുഴ സംവാദമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ഷബാബിന്റെ കാര്യം കുറച്ച് ഇടക്കിടക്ക് പറഞ്ഞു. മൗലിയന്മാരത് വിട്ടിട്ടുണ്ട്, ഹനീഫ് മൗലവിക്ക് വിടാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? ഒരുപാട് സംവാദങ്ങളിൽ വെള്ളം കുടിച്ചതിന്റെ ജാള്യത മറക്കാൻ തൽക്കാലം ഞങ്ങളെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാന്നുള്ളത് മാത്രമാണ്. കോടമ്പുഴ സംവാദത്തിൽ 30-ാം തീയതി നടന്നിരിക്കുന്ന സംവാദം ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയിലെ സംവാദത്തിൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്ന തെളിവുകൾ ബുധനാഴ്ച അവരെടുത്ത് ഉദ്ധരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇറങ്ങാത്തന്നുണ്ട്. വെള്ളിയാഴ്ച ഇറങ്ങേണ്ടതാണ്. ഞങ്ങൾ അവരോട് ചോദിച്ചു, വെള്ളിയാഴ്ച ഇറങ്ങുന്ന സാധനം ബുധനാഴ്ച നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ അതിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ കിട്ടൂലെന്ന് ചോദിച്ചു. അവരാ വിഷയം നിർത്തിയിട്ടുണ്ട്. ഇവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സംഭവം എന്താ? അതിലെ വിഷയങ്ങളിലോ അതിലെ വാദങ്ങളിലോ സമർത്ഥന രീതിയിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഈ സംഗതി മാത്രം മൗലവിമാരെ വരെ വിട്ടിട്ട് നമ്മൾ വിടാതിരിക്കുന്നത് ആ ജാള്യത മറക്കാനാന്നുള്ളത് ആർക്കും ബോധ്യമാകും. പിന്നെ ജിന്ന് വിഷയത്തിൽ ജിന്നുകൾ മനുഷ്യനെ വസ്വാസം ഉണ്ടാക്കുക മാത്രമല്ല, ശാരീരികമായി ഉപദ്രവിക്കും, ശാരീരികമായി രോഗമുണ്ടാക്കും. അതിന് റുഖയ്യ ശറിയ എന്നുള്ള ചികിത്സയുമുണ്ട്. എന്നാൽ ജിന്നു കൂടിയതാണോ അല്ലെന്നുള്ളത് പറയണമെങ്കിൽ പ്രവാചകന്മാർ വേണം എന്നൊക്കെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഹനീഫ് മൗലവിയാണ് ആ വിഷയത്തിൽ നമ്മളെ പിന്നാലെ വരാൻ നോക്കുന്നത്. ഞാനതാ പറഞ്ഞത്, തൗബ ഇടക്കിടക്ക് വേണ്ടി വരും. അതില്ലാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ്. ഇനി ഇവിടെ നമ്മുടെ വാദം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വാദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അതിൽ യാതൊരു മാറ്റമല്ല. പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വാദം എഴുതിയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ മുമ്പിൽ സമർത്ഥിക്കാൻ തന്നെ. അതിൽ യാതൊരു മാറ്റമല്ല. പക്ഷെ നിങ്ങൾ അതിന്റെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ നിങ്ങളുടെ പിന്നാലെ കൂടി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ബുഖാരിയിലും മുസ്ലിമിലും സനദോടുകൂടി വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും സ്വീകാര്യമാണ് എന്ന് നിങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ 3 സംഭവങ്ങളിൽ നിലപാടുണ്ട്. മാത്രമല്ല, അതിലെ ഒരു ഹദീസിന്റെ വിഷയത്തിലാണ് ആ വാദം ഉന്നയിക്കുന്നത് കുഫ്റാണ് എന്ന് ഇമാം നവവി പറഞ്ഞത്. ആ പറഞ്ഞ ഭാഗങ്ങൾ ഉദ്ധരിച്ചത്. അതിന് ഞങ്ങളുടെ പേരിലേക്ക് ആക്ഷേപിച്ചിട്ട് ഞങ്ങളുടെ വാദം എന്താണ് എന്ന് നിങ്ങൾ നേരത്തെ കപ്പ് പോരുന്നത്. ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതിക്കോളാം. അത് കേട്ടോളൂ. ഞങ്ങളെ വാദം
ബുഖാരിയും മുസ്ലിമും പരിശുദ്ധ ഖുർആൻ പോലെ വിമർശനത്തിൽ നിന്ന് ഒഴിവല്ല. മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാരും ആധുനികന്മാരായ അൽബാനിയെ പോലുള്ളവരും ബുഖാരിയെയും മുസ്ലിമിലെയും ചില ഹദീസുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനെ ഹദീസ് നിഷേധം എന്ന് പറയാവതല്ല. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുന്നതും ഹദീസ് നിഷേധമല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ പറയാം, അത് നിങ്ങൾ പറയണ്ട. ഇതില് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. മാത്രമല്ല, ഈ വാദം വെച്ച് സംവാദം നടക്കുമ്പോ നേരത്തെ നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകമടക്കം ഇനി എന്തൊക്കെയുണ്ടോ അമ്മായി എല്ലാ മുതലും കൊണ്ടുവരാം. നിങ്ങൾക്കും അതിന് അവസരമുണ്ടാകും. ആ നിലക്ക് കാര്യങ്ങൾ ഒന്നുകിൽ മുന്നോട്ട് പോകണം. അതല്ല വീണ്ടും വിഷയങ്ങളിലേക്കാണ് വരാൻ ശ്രമമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും. അതങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് എടുത്തു പറയുന്നു, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹദീസിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. മറിച്ച് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ചില ഹദീസുകളെ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ ആധുനികരായ ചിലരും വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അതിന് ഹദീസ് നിഷേധമെന്ന് പറഞ്ഞുകൂടാ. അതിനെടുത്തുദ്ധരിക്കുന്നതും ഹദീസ് നിഷേധമെന്ന് പറഞ്ഞുകൂടാ. അതുതന്നെയാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. സംവാദത്തിന് ഇനി വേണ്ടത് നിങ്ങളുടെ വാദങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വാദം ഞങ്ങളും പറഞ്ഞു. ഇനി ഡേറ്റും മറ്റു കാര്യങ്ങളും ആലോചിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും എടുത്തുദ്ധരിക്കുന്നിടത്ത് എത്താനൊക്കെ കഴിയണുള്ളൂ അല്ലേ? അതാണ് ഞങ്ങളെ വിശ്വാസം. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ എടുത്തുദ്ധരിക്കണത്? ആ എടുത്തുദ്ധരിക്കുന്നതിന് നിങ്ങൾക്ക് അനുകൂലമുണ്ടോ ഇല്ലേ? അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ പറയണ്ട. എടുത്തുദ്ധരിക്കുന്നവരെ നിങ്ങൾ നിർത്തിക്കോ. ആ നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഞങ്ങൾ എടുത്തുദ്ധരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ കഫറാന്നുള്ള എടുത്തുദ്ധരിച്ച എന്തിനാ? ആ ഹദീസ് സ്വീകരിക്കുന്നവർ കാഫറാണെന്ന് പറയാനോ അല്ലേ? നിങ്ങളെ നിലപാടെന്താ ഉദ്ധരണിയോട്? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ ഇപ്പോഴും പറയുന്നു എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിച്ചു. ബാക്കി നിങ്ങളെ കൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾ പറയിപ്പിക്കും. ആരൊക്കെയാ കാഫർ, ആരൊക്കെയാ കാഫർ അല്ലാത്തെന്ന് അവിടെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു തരാം. നിങ്ങൾക്ക് കാഫർ എന്നുള്ള ഒരു ഉദ്ധരണി കൊണ്ടുവന്നിട്ട് ഈ സമുദായത്തിനെ എല്ലാവരെയും കാഫറാക്കാന്നുള്ള നിങ്ങളുടെ ധാരണ അത് അവിടെ കാണിച്ചു തരാം. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതിയത്, നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാൻ, അത് കൃത്യമായി പ്രഖ്യാപിക്കാൻ നട്ടല്ലില്ല എന്ന് ബോധ്യപ്പെട്ടു. എന്നാലും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു സഹീഹാണ്. നിങ്ങൾ പറ, നിങ്ങളുടെ നിലപാടെന്താ? ഈ എടുത്തുദ്ധരിക്കുന്നത് എന്തിന്? അത് സഹീഹല്ല എന്ന് പറയാനാണോ? കഫർ നിങ്ങൾ ഉദ്ധരിച്ചത് എന്തിന്? ആ ഹദീസ് സ്വീകരിക്കുന്നവൻ കാഫർ ആണ് എന്ന് പറയാനോ കാഫർ അല്ല എന്ന് പറയാനോ? നിങ്ങൾക്ക് എന്താ അതിനോടുള്ള നിലപാട്? ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറയണം. പിന്നെ കോടമ്പഴ സംവാദം വിട്ടു എന്ന് വിചാരിക്കണത് ലത്തീഫ് വിചാരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നും കേൾക്കില്ലല്ലോ. മൊയ്ലിയാമാർ ഇപ്പോഴും അതാ ക്ലിപ്പിട്ട് നടക്കണ്. എന്നിട്ട് മൊയ്ലിയാമാര് വിട്ടുന്നോ? മൊയ്ലിയാമാര് വിട്ടുന്ന് സമാധാനിക്കണ നല്ലതാണ്, ഉറക്ക് വരാന്. പിന്നെ ഈ ജിന്നി വിഷയത്തിൽ സംവാദം നടത്തണോ? നടത്തുക. നിങ്ങളുമായിട്ട് നടത്താൻ തയ്യാറാ. വെല്ലുവിളിച്ചില്ല ഞാൻ അലിമദിനിയെ. വളപട്ടണത്ത് വാദപ്രയോഗത്തിന് തയ്യാറാണ്. കാരണം നിങ്ങൾ കൊടുത്ത കഴിവിന് തേടാന്ന് വിചാരിക്കണവനാ. ആ അലിമദിനിയുടെ വിശ്വാസം കൊടുത്ത കഴിവിന് തേടാം, അത് ശരിയാണ്. പിന്നെ 3 വിഷയങ്ങളിൽ നിലപാട് പറയണം. 3 അല്ല, 300 അല്ല, 3000 വിഷയങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അവിടുന്ന് അത് പറയല്. ഇവിടുന്നല്ല. ഇവിടെ ഞങ്ങളെ വാദം പറഞ്ഞു. ഞങ്ങളുടെ മൊത്തത്തിലുള്ള നിലപാട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഓരോ വിഷയം എടുത്ത് നിലപാട് പറയേണ്ട സ്ഥലം ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയത്തിന് വന്നിട്ട് പെണ്ണ് ചോദിക്കരുത്. അത് നിക്കാഹ് കഴിഞ്ഞിട്ട് തരും. അതുവരെ കാത്തു നിൽക്ക്. ഇത് എന്താണ്? വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കലാണ്. അത് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്ത്? ബുഖാരി മുസ്ലിം പരിശുദ്ധ ഖുർആൻ പോലെ ആ വിമർശനാതീതമല്ല. പലരും വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് ഹദീസ് നിഷേധമല്ല. ആ വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുന്ന ഹദീസ് നിഷേധമല്ല. എടുത്തുദ്ധരിക്കൽ രണ്ടിനും ഉദ്ധരിക്കാം. ഇത് എതിർക്കാനും എടുത്തുദ്ധരിക്കാം, ന്യായീകരിക്കാനും എടുത്തുദ്ധരിക്കാം. എന്തിനാ നിങ്ങൾ ഉദ്ധരിക്കണത്? അത് പറയാൻ എനിക്ക് ധൈര്യമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളതിനുള്ള രേഖ ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ എഴുതിയതെന്നുള്ളതിന്റെ രേഖ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെങ്കിലും നിങ്ങളെ വാദമായിട്ട് എഴുതാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ബാക്കി നിങ്ങൾ എന്തിനാ ഇത് എടുത്തുദ്ധരിച്ചത്? എന്തിനാ നിങ്ങൾ കാഫറാക്കിയത്? ആരെയാ നിങ്ങൾ കാഫറാക്കിയത്? ഹദീസ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ് സ്വീകരിച്ചതിന്റെ പേരിൽ കാഫറാകുമെന്ന് ഈ നസാഫ് ആരെപ്പറ്റിയാണ് പറഞ്ഞത്? അത് ആർക്കൊക്കെയാണ് ബാധകമാവുക എന്ന് ഇൻഷാ അല്ലാഹ് സംവാദത്തിന്റെ വേളയിൽ നമുക്ക് തീരുമാനിക്കാം. ഇത് രണ്ടും നമ്മളുടെ വാദമായി എഴുതുക. ഇപ്പോ കോടമ്പുഴ സംവാദം എന്ന് പുള്ളി ഇപ്പോഴും മാറിയിട്ടില്ല. ാക്കന്മാര് ഹനീഫോട് ചോദിച്ച ചോദ്യമാണ് ജിന്ന് വിവാദം. 5 കൊല്ലത്തിലും മറുപടി പറയാൻ സാധിക്കാത്ത അദ്ദേഹം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞങ്ങളോട് ആ വിഷയം ഒരിക്കലേ ചോദിച്ചിട്ടുള്ളൂ. 5 മണിക്കൂർ പൂർത്തിയാകുന്ന മുമ്പ് ഞങ്ങളെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം അവർ അവസാനിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ അത് നിങ്ങളെപ്പോലെ, നിങ്ങൾ മൂവാറ്റുപുഴ അടക്കം അവസാനത്തിൽ ജബ്ബാർ മൗലവിയെയും അതുപോലെ മറ്റുള്ളവരെയും മാറ്റി നിർത്തി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയല്ലോ. അവിടെയും അവർ കഴുത്തിന് പിടിക്കാൻ ശ്രമിച്ചു.
അവിടെ എങ്കിലും അല്പം രക്ഷപ്പെടാൻ ശ്രമിച്ചത് ജിന്നിനെ തൽക്കാലം ഇങ്ങോട്ട് ഊരിയിട്ടാണ്. 4-5 കൊല്ലം അവർ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ വെള്ളം കുടിച്ചത് മറച്ചു വെക്കാൻ ഞങ്ങളോട് ചോദിച്ച 5 മണിക്കൂർ പൂർത്തിയാകുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസത്തേക്കോ അടുത്ത സംഭവത്തിലേക്കോ അടുത്ത കൊല്ലത്തേക്കോ മാറ്റിവെച്ചിട്ടില്ല. അത് അവർക്കറിയാം, അവർ കേട്ടിരിക്കുന്ന ആളുകൾക്കറിയാം, നാട്ടുകാർക്കറിയാം. ഇപ്പോഴും അത് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ വരെ ആ സത്യം അംഗീകരിക്കുന്നവരാണ് എന്നാണ് യാഥാർത്ഥ്യം. പിന്നെയും അതിങ്ങനെ അത് ചിരിച്ചു കളിയിട്ട് കാര്യമില്ല. ചോദിച്ചോക്കെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു നോക്കിയാൽ മതി ശരിയോ തെറ്റോന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വിഷയം, നിങ്ങൾ എന്തിനാണ് ഈ കഫറവിടെ ഉദ്ധരിച്ചത്? ബാക്കിയുള്ള കാഫിറാക്കാനാണോ? ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ചില ഹദീസുകളെ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവർ ഹദീസ് നിഷേധികളല്ല, അത് എടുത്തുദ്ധരിക്കുന്ന ഞങ്ങളും ഹദീസ് നിഷേധികളല്ല. അങ്ങനെ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാര് വിമർശന വിധേയമാക്കിയതിന് ഉദാഹരണം എന്ന നിലക്കാണ് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വാചകം എടുത്തുദ്ധരിച്ചത്. അതിനപ്പുറത്ത് അതിന് വ്യാഖ്യാനവും വിശദീകരണം ആവശ്യമെങ്കിൽ സംവാദത്തിന് വന്നോളൂ, നമുക്ക് ചർച്ച ചെയ്യാം, വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഞങ്ങൾ എടുത്തുദ്ധരിച്ചത് ആ സംഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ മിറാജുമായി ബന്ധപ്പെട്ട ആ ഹദീസിൽ അത് വഹയിന്റെ മുമ്പാണ്, നുബുവത്തിന്റെ മുമ്പാണ് എന്ന് വന്നിരിക്കുന്ന ഭാഗത്തെ പൂർവികരായിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ വിമർശിച്ചതിനെ എടുത്തുദ്ധരിച്ചത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ചില ഹദീസുകളെ പൂർവികർ വിമർശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്താനാണ്, അതിനാണ് ഉദ്ധരിച്ചത്. എന്നല്ലാതെ ആരൊക്കെ കാഫിർ ആരൊക്കെ മൂമിന്, ഇത് നിങ്ങൾ കുറച്ചു കാലമായിട്ട് തുടങ്ങിയ സംഗതിയാണ്. ഈ കാഫിറും മുസ്ലിമും തീരുമാനിക്കേണ്ട പരിപാടി അത് ഇവിടേക്കും വെച്ച് കെട്ടാൻ ശ്രമിക്കണ്ട. ഞങ്ങളുടെ വാദം ഞങ്ങൾ കൃത്യമായി ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ജിന്ന് വിഷയത്തിൽ ഒരു വാദപ്രയോഗത്തിന് വെല്ലുവിളിച്ചു എന്നാ, ആ വെല്ലുവിളിച്ചെടുത്ത് അലിമദനി വീണ്ടും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഹനീഫ് മൗലവി ഇവിടെ കണ്ടിട്ടില്ല, ചിലപ്പോൾ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇനി വരുമെന്നറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ ആ വെല്ലുവിളിയുമായി അവിടെ വീണ്ടും ആവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് സംവാദം അതിലുമാകാം. അതിൽ യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഇനിയും നില തെറ്റാതെ മുന്നോട്ട് തന്നെ പോകും. നിങ്ങളെപ്പോലെ ഇടക്കിടക്ക് കാരണം മറിഞ്ഞ് തൗബ ചെയ്ത് പിന്നെയും മടക്കി വന്ന് അങ്ങനത്തെ ഏർപ്പാട് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരേ നിലപാടേ ഉണ്ടാവുള്ളൂ, ആ നിലപാടിൽ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഈ വിഷയത്തിലെ വാദം ഞങ്ങൾ വായിച്ചു കൽപ്പിച്ചു, വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചു കൽപ്പിക്കുന്നു, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബുഖാരിയും മുസ്ലിമും പരിശുദ്ധ ഖുർആൻ പോലെ വിമർശനത്തിൽ നിന്ന് ഒഴിവല്ല. മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാരും ആധുനികന്മാരായ അൽബാനിയെ പോലെയുള്ളവരും ബുഖാരിയെയും മുസ്ലിമിലെ ചില ഹദീസുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഇതിന് ഹദീസ് നിഷേധം എന്ന് പറയാവതല്ല. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുന്നതും ഹദീസ് നിഷേധമല്ല. ഈ വാദം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉദ്ധരിക്കുവാനുള്ളത്. അത് നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ രണ്ടുപേരുടെയും വാദം എഴുതി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അവസാനിപ്പിക്കാനുള്ള ചാൻസ് ഞാൻ കാണല്ലോ. അല്ല, അടുത്ത നിങ്ങൾ തുടങ്ങുമല്ലോ. ഈ വിഷയം വാദവുമായി ബന്ധപ്പെട്ടത് അവസാനിപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞോളൂ നിങ്ങൾ. അതിന് അല്ല, ഈ പറഞ്ഞതിന് മറുപടി ഞങ്ങൾ പറഞ്ഞിട്ട് വാദം എഴുതുന്നു. അടുത്ത ചർച്ച നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞോ. ഇവിടെ ഇപ്പം പറഞ്ഞ എന്താ, 5 കൊല്ലമായിട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി അറിഞ്ഞില്ല. അതാ പറഞ്ഞ ലത്തീഫ്, എന്തെങ്കിലും ഒന്ന് കേൾക്കണം. കോട്ടക്കൽ സംവാദത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് കുന്നത്തേരി സംവാദത്തിൽ മൗലവിമാർ സമ്മതിച്ചു. കുന്നത്തേരി സംവാദത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് പിറ്റേത്ത ആഴ്ച പുറത്തിറങ്ങിയ സെൻസിംഗിൽ മൗലവിമാർ എഴുതി. ജബ്ബാർ മൗലവിയെയും കോക്കസിനെയും ഹനീഫ് കായക്കൊടി മുശിരിക്കാക്കി. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടേ? കിതാബ് വായിക്കണമെന്ന് ഞാൻ പറയണില്ല, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടേ? എന്നാ എല്ലാവർക്കും മനസ്സിലായി. മൂവാറ്റുപുഴ പറഞ്ഞു എന്നുള്ള ഏതായാലും സമ്മതിച്ച്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാ കാലത്തും പറഞ്ഞാണ്. പിന്നെ കഫറ, അതിന്റെ വ്യാഖ്യാനം വിശദീകരണമൊക്കെ അവിടെ പറയാന്നല്ലേ, അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ. അവിടെ ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്, നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങളോട് പറയണമെന്നുള്ള ഒരു വാശിയും ഒരാവശ്യവും ഞങ്ങൾക്കില്ല. പിന്നെ ഒരേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക്. അത് ചെറിയമുണ്ടത്തിന്റെ ശബാബിലെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതേ നിലപാട് തന്നെയാണ്. ഇനിയിപ്പോ ചെറിയമുണ്ടം മാറ്റിയപ്പോ അലി മാറ്റിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇതുവരെ സൃഷ്ടികളുടെ കഴിവാണ്, സൃഷ്ടികളുടെ കഴിവ്, കൊടുത്ത കഴിവ് ചോദിക്കണോണ്ട് കുഴപ്പമില്ല എന്നുള്ള വിശ്വാസമായിരുന്നു അലിമത് എനിക്കുണ്ടായിരുന്നത്. ഇനി ആ വിഷയത്തിൽ വാദപ്രയോഗം നടത്തണോ? വളപട്ടണത്തും പോണ്ട, ഇവിടെ തന്നെ ഞാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ റെഡിയാണ്, ഇനി വേണേ അതും എഴുതാം, ആയിക്കോട്ടെ. പിന്നെ എല്ലാവർക്കും ഒരേ നിലപാടാണോ ഈ വിഷയത്തിൽ? സലാം സുല്ലമി പറഞ്ഞല്ലോ, ഇന്ന വാദപ്രയോഗത്തിന് കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ട് ഞാൻ ബുക്കൊക്കെ എടുത്തു വെച്ചിരുന്നു, ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് അടയാളം വെച്ചിരുന്നു. പക്ഷെ എന്നെ കൂട്ടാതെ പോലെ പോയി. ഞാനത് ശിർക്കാവെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട്, ഞാനത് ശിർക്കാന്ന് തുറന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കൂട്ടാതെ പോയതെന്ന് വേറെ ആരോടുമല്ല, എന്നോട് തന്നെ സലാം സുല്ലമി പറഞ്ഞത്. അപ്പൊ നിങ്ങളെ നിലപാടൊക്കെ ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിലപാട് തന്നെയാണ്. കൂട്ടത്തിൽ ഒന്നും കൂടി മൂപ്പര് പറഞ്ഞു, ചെറിയ മുണ്ട മടവൂരിയാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മടവൂരി തന്നെയാണ് സലാം സുല്ലമി പറഞ്ഞത്. ആയിക്കോട്ടെ, ഏതായാലും നമ്മളിവിടെ ഒരു യോജിപ്പിലെത്തിയല്ലോ. നമ്മളുടെ വാദം
വാദം, രണ്ടു കൂട്ടരുടെയും വാദം എഴുതുക. ഞാൻ സംസാരിച്ചത് ഈ വാദവുമായി ബന്ധപ്പെട്ട് നമ്മളെ ചർച്ച അവസാനിക്കുന്നു. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് വാദം എഴുതിയിട്ട് അടുത്ത ചർച്ച തുടങ്ങും. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് പറയാം. അതാവും നല്ലൊരു രീതിയും തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ പറയട്ടെ.
കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM യോജന വിഭാഗമായ ISM നാദാപുരം മേഖലാ കമ്മിറ്റിയും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM മർക്കസ് ദഅവ യോജന വിഭാഗമായ ISM നാദാപുരം മേഖലാ കമ്മിറ്റിയും തമ്മിൽ ഹദീസ് നിഷേധം എന്ന വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ച സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ 8/12/2012 ശനിയാഴ്ച രാവിലെ 11:30 മുതൽ കല്ലാച്ചി ലീഗ് സൗധത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM യുവജന വിഭാഗമായ ISMനെ പ്രതിനിധീകരിക്കുന്നവർ മുഹമ്മദ് ഹനീഫ് VP, അഹമ്മദ് അനസ്, അബ്ദുൽ ഷുക്കൂർ സലാഹി, മുനീർ സലാഹി. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM മർക്കസ് ദഅവ യുവജന വിഭാഗമായ ISMനെ പ്രതിനിധീകരിക്കുന്നവർ K അബ്ദുൽ ലത്തീഫ്, K അലി, അബൂബക്കർ നസാഫ്, O അബ്ദുൽ ഖാദർ. ഒന്നാം വിഭാഗത്തിന്റെ വാദം. ഇസ്ലാമിക പ്രമാണമായി പണ്ഡിതന്മാർ പരിഗണിക്കുന്ന ഹദീസുകളിൽ പ്രഥമ സ്ഥാനം മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്. തുടർന്ന് ഇമാം ബുഖാരിയും പിന്നീട് ഇമാം മുസ്ലിമും വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ്. ഈ പണ്ഡിതന്മാർ മുസന്നദായി ഉദ്ധരിച്ച സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ സ്വഹീഹാണ്. എന്നാൽ ഇത്തരം ചില ഹദീസുകൾ സ്വീകരിച്ചാൽ കാഫിറായി പോകും എന്ന നിങ്ങളുടെ വാദം പ്രമാണവിരുദ്ധവും ഹദീസ് നിഷേധവുമാണ്. രണ്ടാം വിഭാഗത്തിന്റെ വാദം. ബുഖാരിയും മുസ്ലിമും പരിശുദ്ധ ഖുർആൻ പോലെ വിമർശനത്തിൽ നിന്ന് മുക്തമല്ല. മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാരും ഷെയ്ഖ് അൽബാനിയെ പോലെ ആധുനികരായ ചില പണ്ഡിതന്മാരും ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനെ ഹദീസ് നിഷേധം എന്ന് പറയാവതല്ല. ഇത്തരം വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുന്നതും ഹദീസ് നിഷേധമല്ല. 3. അടുത്ത് പ്രമാണങ്ങൾ. 1 ഖുർആൻ, 2 സഹീഹായ ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ്. സംവാദരൂപം. ഇരു വിഭാഗവും അരമണിക്കൂർ വീതം വിഷയം അവതരിപ്പിക്കുക. തുടർന്ന് 10 മിനിറ്റ് വീതം ഖണ്ഡനം. ഓരോ വിഭാഗത്തിനും 3 വീതം അവസരം ലഭിക്കുന്നതായിരിക്കും. ശേഷം 1 മണിക്കൂർ ഇടവേള. പിന്നീട് ചോദ്യോത്തര സെഷൻ. ഇതിൽ ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 6 മിനിറ്റുമായിരിക്കും. ഓരോ വിഭാഗത്തിനും 6 ചോദ്യങ്ങൾ വീതം ചോദിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. അവസാനം അവലോകനത്തിനായി 10 മിനിറ്റ് വീതം അനുവദിക്കുന്നതാണ്. ആദ്യം ആര് വിഷയം അവതരിപ്പിക്കണമെന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. അതിന്റെ തുടർച്ചയായി ഖണ്ഡനം നടക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ച വിഭാഗത്തോട് രണ്ടാമത്തെ വിഭാഗം ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ചോദ്യോത്തര സെഷൻ ആരംഭിക്കുക. ആദ്യം വിഷയം അവതരിപ്പിക്കുന്നവർക്കാണ് ആദ്യം അവലോകനം നടത്താൻ അവസരം ലഭിക്കുക. മധ്യസ്ഥന്മാർ. ഇരുവിഭാഗത്തിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരെ തീരുമാനിക്കേണ്ടതാണ്. പങ്കെടുക്കുന്നവർ. ഇരുവിഭാഗത്തിന്റെയും മധ്യസ്ഥന്മാരടക്കം 10 വീതം പണ്ഡിതന്മാർ, 30 വീതം ശ്രോതാക്കൾ, 5 വീതം വളണ്ടിയർമാർ, റെക്കോർഡിംഗ്, ബൈലുക്സ് ആവശ്യങ്ങൾക്കായി 5 വീതം എന്നിങ്ങനെ മൊത്തം 100 പേരായിരിക്കും പങ്കെടുക്കുക. സംവാദം ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്തുന്നതും ഓൺലൈനിൽ സംപ്രേഷണം നടത്തുന്നതുമാണ്. മധ്യസ്ഥന്മാർ മുഖേന ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിനായി വരുന്ന പൊതുചെലവുകൾ ഇരുവിഭാഗവും ഒന്നിച്ച് വഹിക്കേണ്ടതാണ്. സംവാദം 2013 ഫെബ്രുവരി 2 ശനിയാഴ്ച നടക്കുന്നതായിരിക്കും. സ്ഥലം തീരുമാനിക്കാൻ സയ്യിദ് CV, നസീർ TP എന്നിവരെ ചുമതലപ്പെടുത്തി.
Gracias.